അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ മുൻപുണ്ടായിരുന്ന ചില ലൈവുകളിലും ക്ലബ് ഹൗസ് ഡിസ്കഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ അൺമാസ്കിംഗ് അനോമലീസ് ഗ്രൂപ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെമ്പർ ജൗഹർക്കയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി ആവശ്യാർത്ഥം താമസിക്കുന്നത്. ഈയിടെയായിട്ട് നാട്ടിൽ അദ്ദേഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൽ അദ്ദേഹം താമസിച്ച അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മോടൊപ്പം പങ്കുവെക്കാൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇസ്ലാം യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നത്, അതിൻ്റെ ചില പരിണാമഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നതൊക്കെ അദ്ദേഹം ഇതിൽ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് തന്നെ കടക്കണം. ഒന്നാമത്തെ ചോദ്യം, യൂറോപ്പ് ഇസ്ലാമിനെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ആദ്യമായിട്ട് ഇസ്ലാം യൂറോപ്പിലേക്ക് എത്തുന്ന ആ ഘടകം അല്ലെങ്കിൽ ഒരു ഘട്ടം എന്താണ്? യൂറോപ്പിൽ നബിയുടെ കാലത്ത് തന്നെ പല സഹാബിമാരുണ്ടായിരുന്നു. അൽ റൂമി എന്നൊക്കെ അറിയപ്പെടുന്ന സഹാബിമാർ നബിയുടെ കാലത്ത് തന്നെ മദീനയിലൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് അസർബൈജാൻ വരെ ഇസ്ലാമിക ലോകം എത്തപ്പെടുന്നത്. അതിനുശേഷം കുറച്ച് കാലത്തേക്ക് ഇസ്ലാം ഈ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഇസ്ലാം കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ശരിക്കൊരു ഒരു എൻട്രി എന്ന് പറയുന്നത്, ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്, അതായത് യൂറോപ്പിലേക്കുള്ള ഒരു മെയിൻ എൻട്രി. ഇപ്പോൾ അസർബൈജാൻ ഉള്ളത് ഈസ്റ്റേൺ യൂറോപ്പാണ്. ഓക്കെ, പക്ഷേ ഇന്നത്തെ ആ ഒരു യൂറോപ്പിലേക്കുള്ള ഇസ്ലാമിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് സ്പെയിൻ കീഴടക്കുന്നത് കൂടിയാണ്. അപ്പോൾ ആ സ്പെയിനിലേക്കുള്ള ആ ഒരു താരിഖ് ഇബ്നു സിയാദ്, ഇപ്പോൾ മൂസാ ഇബ്നു സുമൈർ മൊറോക്കോ ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പടനായകനായിട്ടുള്ള താരിഖ് ഇബ്നു സിയാദിനെ അതിൻ്റെ പുറകിൽ ഒരുപാട് സ്റ്റോറി ഉണ്ട്. എന്തായാലും അവസാനം അദ്ദേഹത്തെ ഇതിലേക്ക് നിയമിക്കണമൊക്കെ ഇന്ന ആവശ്യാർത്ഥം നമുക്ക് സ്പെയിൻ കോൺകർ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കണം, നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. കാരണം അന്ന് സ്പെയിനിൽ നിലനിന്നിരുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് ജ്യൂസ് ഉണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ശരിക്ക് ആ ക്രിസ്ത്യൻ ഇതിൻ്റെ ആ ഭരണത്തിൻ്റെ അടിയിൽ വളരെ കഷ്ടപ്പെട്ടുള്ള സമയത്ത് അടിച്ചമർത്തപ്പെട്ട സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ള ഒരു ക്രിസ്ത്യൻ ഗവർണർ തന്നെയാണ് മൂസാ ഇബ്നു സുമൈർ ഇവിടെ മൊറോക്കോ ഭരിച്ചിരുന്ന മൂസാ ഇബ്നു സുമൈറിൻ്റെ അടുത്ത് ആവശ്യമായിട്ട് വരുന്നത്. അതായത് അന്ന് ഒരുപാട് ടാക്സിൻ്റെ ഇഷ്യൂകളൊക്കെ ആയിരുന്നു, ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ എന്തായാലും അദ്ദേഹം ഈ ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് ഈ ഒരു സൈന്യത്തെ അയക്കുന്നത്. 3000 ആളുകളുള്ള ഒരു സൈന്യത്തെ മൂസാ ഇബ്നു സുമൈർ താരിഖ് ഇബ്നു സിയാദ് നേതൃത്വത്തിൽ അങ്ങോട്ട് അയക്കുകയാണ്. അങ്ങനെ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയും കൂടിയാണ്. പലപ്പോഴും ഇന്നത്തെ ടോക്സിലൊക്കെ പല ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഖ് ഇബ്നു സിയാദ് അവിടെ ഇന്നത്തെ ജിബ്രാൾട്ടർ കടലെടുക്കുക. ഓക്കെ, ആ പേര് പോലും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ജിബ്രാൾട്ടർ എന്നുള്ളത് താരിഖ് ഇബ്നു സിയാദിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ കേട്ടുള്ളപ്പോൾ നമ്മൾ അറബിയിൽ ജബൽ താരിഖ്, അതായത് താരിഖ് വന്നിറങ്ങിയ ഒരു മല എന്ന അർത്ഥത്തിൽ ജബൽ താരിഖ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ചുരുങ്ങി ജിബ്രാൾട്ടർ എന്നായിരുന്നു പറയാറ്. അങ്ങനെ അദ്ദേഹം വന്നിട്ട് ശരിക്ക് 3000 ആളുകളാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏകദേശം 12,000-ഓളം ആളുകൾ ഓപ്പോസിഷനിലുണ്ട് എന്നുള്ള അദ്ദേഹം അറിയണം. അപ്പോൾ ഒരുപാട് ഇരട്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ എത്തി. അവിടെ അങ്ങനെ ഒരു സംഭവം മുന്നിൽ കണ്ടപ്പോൾ ദർ ഈസ് നോ യു ടേൺ. ഓക്കെ, അപ്പോൾ അദ്ദേഹം പടയാളികളോട് ആവശ്യപ്പെടുന്നത് പിന്നിലുള്ള കപ്പൽ കത്തിക്കാനാണ് പറയുന്നത്. അപ്പോൾ പിന്നിൽ കടലാണ് വന്നിട്ടുള്ളത്. ആ കപ്പൽ കത്തിക്കാൻ ആവശ്യപ്പെടുകയും ആ കപ്പൽ കത്തിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഇവർക്കറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. പടനായകൻ പറഞ്ഞു, അവരതനുസരിച്ച് ഇസ്ലാമിൻ്റെ അന്നത്തെ ആരാണോ പറയുന്നത്, അന്നത്തെ ആ ഒരു നേതാവ് പറയുന്നത് അനുസരിക്കാൻ, ലീഡർഷിപ്പിനെ അനുകരിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് അവർ കപ്പൽ കത്തിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയാണ്, നമ്മളുടെ ബാക്കിൽ ഇനി തിരിച്ചു പോകാൻ നമുക്ക് കപ്പലില്ല, നമുക്ക് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. ബാക്കോട്ട് പോകുന്ന ഒരു ഓപ്ഷനേ അല്ല, ദർ ഈസ് നോ ഓപ്ഷൻ. ഓക്കെ, അതുകൊണ്ട് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. അങ്ങനെ ആ 12,000-നെ അവർ അതിജീവിക്കുകയാണ്. അവിടെയാണ്
കാരണം അവിടെ വേറൊരു വഴിയില്ല. വേറൊരു അതിജീവിക്കണമെങ്കിൽ വളരെ വഴിയില്ല. വീരശൂര പരാക്രമങ്ങൾ നടത്തിയാൽ തന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതാണ് ദാറ്റ്സ് ദ ഹീറോയിക് എൻട്രി ഇൻ ദ യൂറോപ്പ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ താരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിൽ കമാൻഡർഷിപ്പിന് കീഴിൽ യൂറോപ്പിലേക്ക്, പ്രത്യേകിച്ചും സ്പെയിനിന്റെ ആ ഒരു മേഖലയിലേക്ക് മുസ്ലിം സൈന്യം പ്രവേശിക്കുകയാണ്. അത് പ്രവേശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഭ്യർത്ഥനയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അന്നത്തെ ക്രൈസ്തവ മത നേതൃത്വത്തിന് കീഴിൽ, ക്രൈസ്തവ രാജാക്കന്മാർക്ക് കീഴിൽ ഒരുപാട് അടിച്ചമർത്തലുകൾ നേരിട്ടു. അമിതമായ ടാക്സ്, അത് നൽകിയിട്ടില്ലെങ്കിൽ അതിന് സഹിക്കുന്ന പീഡനങ്ങൾ, ശിക്ഷകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ മടുപ്പിൽ നിന്ന്, ആ ഒരു ഭരണത്തോടുള്ള അവരുടെ എതിർപ്പിൽ നിന്ന് അവർ മുസ്ലിങ്ങളെ സഹായിക്കാൻ സന്നദ്ധരാവുകയും മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് വരുന്നത്. അതിന് വേറൊരു കാരണങ്ങളും കൂടിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം വേറെ ഭാഗങ്ങളിലും ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഇവർക്കറിയാം. ഓക്കെ. അപ്പോൾ ആ അറിവിലൂടെയാണ്, കാരണം ഇസ്ലാം ഒരു ഭാഗത്ത് ഭരിക്കുമ്പോൾ ഇസ്ലാം പറയുന്നത് ഇപ്പോൾ നോൺ മുസ്ലിംസിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇഷ്യൂ. അപ്പോൾ അവിടെ അവരുടെ അണ്ടറിലുള്ള ജൂതന്മാരോട് അവർ പറയും, പിന്നെ നിങ്ങൾ ജിസിയ പേ ചെയ്യണം, വിൽ ലുക്ക് ആഫ്റ്റർ യു. ഓക്കെ. ഇപ്പോൾ നബിയുടെ കാലത്തുണ്ടായിരുന്ന മദീനയിൽ നടന്ന അതേ സംഭവം തന്നെ. അവർക്ക് നിങ്ങൾ ജിസിയ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പുറത്തുനിന്നുള്ള അറ്റാക്കുകൾ ഞങ്ങൾ നിങ്ങളെ ലുക്ക് ആഫ്റ്റർ ചെയ്യും. ഇറ്റ്സ് അവർ ഡ്യൂട്ടി. നമ്മൾ നിങ്ങളെ സംരക്ഷിക്കും. നമ്മൾ നിങ്ങളെ സംരക്ഷിക്കും. അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ള മിലിറ്ററി ഉള്ളത് മുസ്ലിങ്ങളായിരിക്കും നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നത്. കാരണം അന്ന് ഇന്നത്തെ പോലത്തെ വിസ അല്ലെങ്കിൽ ഇന്നത്തെ രാജ്യം അങ്ങനത്തെ സിസ്റ്റം കുറവാണ്. അപ്പോൾ ആ ഒരു സംരക്ഷണം ഇസ്ലാം കൊടുക്കുന്നത് ആ ഭാഗത്തുള്ള എല്ലാവർക്കും അറിയാം. മറ്റുള്ള നാടുകളിലൊക്കെ ഇസ്ലാം ഇതാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് സുരക്ഷ ഉറപ്പ് കൊടുക്കുന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവർ പിന്നെ ഒരു ക്രിസ്ത്യൻ കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ അണ്ടറിലുള്ള ഒരു ഗവർണറാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് മൂസ ഇബ്നു സുമൈറിൻ്റെ അടുത്ത്, നിങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയാണ് താരിഖ് ബിൻ സിയാദ് എൻട്രി ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഈ ഇസ്ലാമിക സ്പെയിൻ എന്ന് നമ്മൾ പറയുമ്പോൾ, ഇസ്ലാം പ്രവേശിച്ചതിന് ശേഷം ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലുള്ള സ്പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അന്തലൂഷ്യ എന്ന് പറയും. അതേപോലെ അറബിയിൽ അൽ ഉന്ദുലുസ് എന്ന് പറയുന്ന ഒരു സംഭവം. അവിടെ പ്രവേശിച്ചതിനു ശേഷം പിന്നീട് ഒരുപാട് വൈജ്ഞാനിക ഉയർച്ചകളുണ്ടായി എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയുക? അതാണ് ശരിക്ക് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് സ്പെയിൻ അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. അതുകൂടാതെ തന്നെ ബാഗ്ദാദിലും ആ സമയത്ത് ഇസ്ലാമിൻ്റെ ഒരു ഉയർച്ചയുണ്ട്. സ്പെയിൻ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതായത് സ്പെയിൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഉയർന്നു വരുന്നത്. ഓക്കെ. ബാഗ്ദാദിൽ ഫസ്റ്റിൽ അതിൻ്റെ ഒരു തുടക്കം കുറിക്കുകയും, കാരണം ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അന്വേഷിക്കുക, പഠിക്കുക, പിന്നെ നിങ്ങൾ ആകാശങ്ങളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് പറയുന്നത്. ഓക്കെ. ഇത് ഖുർആനിൻ്റെ ഒരു ആവശ്യമാണ്, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ള സംഭവങ്ങൾ. അപ്പോൾ ആ ഒരു പഠനം അന്നത്തെ കാലത്തൊക്കെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഖുർആനിലെ ആദ്യത്തെ അവതരിപ്പിക്കപ്പെട്ട വചനം തന്നെ നീ വായിക്കുക എന്ന് പറഞ്ഞു, വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ആസ്ട്രോണമി ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് ഒക്കെ പഠിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർസിൻ്റെ പേരുകൾ, പല പേരുകൾ ഏകദേശം 2/3 ഇപ്പം നമ്മൾ നക്ഷത്രങ്ങൾക്ക് പേരിടാറുണ്ട്. അതിൽ നിയർലി 60% സ്റ്റാർസിൻ്റെ പേര് ഇസ്ലാമിക് പേരുകളാണ്, അറബിക് പേരുകളാണ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടായതാണ്. ഇനി ലെറ്റ്സ് ഫാസ്റ്റ് ഫോർവേഡ്. അപ്പോൾ ഇസ്ലാമിൽ ആ ഗോൾഡൻ ഏജിലുള്ളതിൻ്റെ ആ എറ തുടങ്ങുന്നത് ഈ സ്പെയിനിൽ എൻ്റർ ചെയ്തതിൻ്റെ അതിൻ്റെ ഏകദേശം 7-ാം നൂറ്റാണ്ട് മുതൽ 711 മുതൽ 1492 വരെയുള്ള ഒരു സമയമാണ്. അവിടെയാണ് ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്നുള്ളത്. എസ്പെഷ്യലി സ്പെയിനിലാണ് അതിൻ്റെ കുറേ ആളുകൾ കുറേ ശാസ്ത്രജ്ഞന്മാർ, ഇപ്പം നമ്മുടെ അവിസെന്ന അടക്കമുള്ള ആളുകൾ അവിടെയാണ് ജനനം കൊണ്ടിട്ടുള്ളത്. ഇപ്പോൾ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ മൈമനൈറ്റ്സ് പോലെയുള്ള ആളുകൾ, അവരൊക്കെ കൊർദോവ, സ്പെയിനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന നഗരം. ഇപ്പോൾ ഇറാഖിൽ ബഗ്ദാദ് ആയിരുന്നെങ്കിൽ, സിറിയയിൽ ഡമസ്കസ് ആയിരുന്നെങ്കിൽ, സ്പെയിനിൽ അത് കൊർഡോവയായിരുന്നു. വിജ്ഞാനത്തിൻ്റെ ഒരു നഗരം എന്ന രൂപത്തിൽ അറിയപ്പെട്ടത്. അതിൽ മാത്രമല്ല, ഏകദേശം 300ഓളം ഹോസ്പിറ്റൽസ് അന്നുണ്ടായിരുന്നു. ആന്തലൂസ് സിറ്റി അല്ലെങ്കിൽ കൊർദോവയിലൊക്കെ ആയിട്ട് 300ഓളം ഹോസ്പിറ്റൽസ് അന്ന് നിലനിന്നിരുന്നത്. അതായത് നിങ്ങൾ ചിന്തിക്കണം, 800-ഉം 900-ഉമാണ് ഇത് കാലഘട്ടം. അന്ന് യൂറോപ്പിൻ്റെ ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുന്നത്. യൂറോപ്പിൽ അന്ന് വെളിച്ചം കിട്ടി തുടങ്ങിയിട്ടില്ല.
യൂറോപ്പ് പോലും വെളിച്ചം വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഈ സ്പെയിനിൽ നിന്നാണ്. അന്ന് യൂറോപ്യൻ ആയിട്ടുള്ള ഒരു ഹെൻറി ഫോർത്ത് അല്ല, ഐ മീൻ ഹെൻറി എന്നായിരുന്നു, എത്രാമത്തെ നമ്പർ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ആ രാജാവിൻ്റെ മകളെ പിന്നെ ഇവിടെ സ്പെയിനിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് റിക്വസ്റ്റ് അയച്ച ലെറ്റർ ഇന്നും ബ്രിട്ടീഷ് ലൈബ്രറിയിൽ സാധനം. പിന്നെ നമുക്ക് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു. ഇംഗ്ലണ്ടിലെ രാജാവ് സ്വന്തം മകളെ പഠിപ്പിക്കാൻ അയച്ചിരുന്നത് ഇസ്ലാമിക് സ്പെയിനിലായിരുന്നു. അത്രമാത്രം അത് ഇംഗ്ലണ്ട് ഒന്നുമല്ല, നോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതാണ് ഇസ്ലാം. അന്ന് ഇസ്ലാം വാസ് ഇൻ ദ ടോപ്പ് മോസ്റ്റ്. ഇസ്ലാമിനെ ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെസ്റ്റിലേക്ക് ശരിക്ക് ഇസ്ലാം പ്രവേശിച്ചതോടു കൂടിയാണ് അവിടെ വിജ്ഞാനത്തിന്റെ ഒരു വെളിച്ചം അവിടേക്ക് വീശാൻ തുടങ്ങിയത് എന്ന രൂപത്തിലാണ്, അവിടേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു സമയത്താണ് എന്നുള്ള രൂപത്തിലാണ് സംസാരിച്ചത്. അതുപോലെ ഇപ്പോൾ സ്പെയിനിൽ നമ്മൾ കൊർഡോവ ഇങ്ങനത്തെ ഓരോ വിജ്ഞാനത്തിൻ്റെ ഒരു വിപ്ലവം നടക്കുന്നതൊക്കെ നമ്മൾ പറയും. അതേസമയം വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് നടക്കുന്നുണ്ടോ ഈ സംഭവങ്ങൾ? യൂറോപ്പുമായിട്ട് ഏറ്റവും കൂടുതൽ, അതായത് ഇസ്ലാം ശരിക്ക് ഇപ്പോൾ യൂറോപ്പിനെ ഒരു 2 ഭാഗമായിട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ യൂറോപ്പിൻ്റെ ഒരു ഈസ്റ്റേൺ ഭാഗങ്ങളുണ്ട്, പിന്നെ വെസ്റ്റ് ഭാഗങ്ങളുണ്ട്. പിന്നെ അതിൽ ഏറ്റവും പ്രഡോമിനൻ്റ് ആയിട്ട് ഇസ്ലാം എത്തിയ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സ്പെയിനാണ്. ഓക്കെ, പിന്നെ സ്പെയിനിൽ നിന്നും പിന്നീട് ഇസ്ലാം ഒരു കൈൻഡ് ഓഫ് വിഡ്രോ, അതായത് ആ സ്പെയിനിൽ നിന്നും പിന്നെ അവിടെ വന്നിട്ടുള്ള രാജാക്കൾ പല കാരണങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ അവിടുന്ന് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. സ്പെയിന് ആ സമയത്ത് തന്നെ ഒരുപാട് അറ്റാക്കുകൾക്ക്, അതായത് മറ്റുള്ള അതിർത്തി രാഷ്ട്രങ്ങളിൽ നിന്ന് ഒരുപാട് ആക്രമണങ്ങൾ, അതായത് തൊട്ടപ്പുറത്ത് ക്രിസ്ത്യൻസ് ആണ് ഭരിക്കുന്നത്. തീർച്ചയായും പിന്നെ അവിടെ ഈ ക്രൂസൈഡ്സിന്റെ ഒക്കെ സമയങ്ങളായിരുന്നു. അപ്പൊ കോൺസ്റ്റന്റ് അറ്റാക്കാണ് ഇവിടെ. പിന്നെ ഇന്നത്തെ ഇപ്പൊ നമുക്കറിയാലോ, കുറച്ച് മുമ്പ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളതാണ്. ഒരു രാജ്യം പവർഫുൾ ആണെങ്കിൽ തീർച്ചയായും മറ്റേനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അങ്ങനെയല്ല, ഹിസ്റ്ററി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇസ്ലാം കൈയടക്കിയിരിക്കുന്നത്. എന്ത് റീസൺ ആകട്ടെ, നമ്മൾ അങ്ങോട്ട് പോയോ നമ്മളെ വിളിച്ചോ എന്നുള്ളതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി ഈസ് അണ്ടർ ഇസ്ലാം നൗ. അപ്പോൾ അവർക്കത് റീക്ലെയിം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവരത് കോൺസ്റ്റൻ്റ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ പറയുന്ന ക്രൂസൈഡ്സ് ഒക്കെ പിന്നെ അന്നത്തെ പോപ്പ് പറയുന്നത് പിന്നെ ഹോളി വാർ ആയിട്ടാണ്. പിന്നെ ക്രൂസൈഡ്, പക്ഷേ ഹോളി വാർ ഒന്നും അതിനെ ഒരിക്കലും വിളിക്കാൻ പാടില്ല. കുരിശിന്റെ പേരിൽ ഒരുപാട് ആളുകളെ കൂട്ടക്കൊലക്ക് രക്തച്ചൊരിക്ക്, അതും ഇപ്പൊ യുദ്ധത്തിന്റെ കുറച്ച് നിയമങ്ങൾ വേണം. അതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ മസ്ജിദുൽ അക്സയുടെ ജെറുസലേമിലൊക്കെ ഉണ്ടായ യുദ്ധങ്ങളിൽ അവിടെ കായലിന്റെ ഞെരിയാണി വരെ ചോര തളം കെട്ടി നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം സലാഹുദ്ദീൻ അയ്യൂബിയൊക്കെ അത് പിടിച്ചടക്കുന്നതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. എനിവേ, ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ യൂറോപ്പിൽ ഇത് പിന്നെ എന്താണ്, സ്പെയിൻ അല്ലാതെ പിന്നെ ഉള്ളത് ആ സമയത്തുണ്ടായിരുന്ന അസർബൈജാൻ, ഇത്തരം ഏരിയയിലെ ഈസ്റ്റേൺ യൂറോപ്പ് ആ ഭാഗങ്ങളിലായിരുന്നു. ഈ സ്പെയിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ സ്പെയിനിൽ ഇവരുടെ അഭ്യർത്ഥന പ്രകാരമാണ്, അതായത് അവിടെ ഉണ്ടായിരുന്ന ചില ക്രിസ്ത്യാനികൾക്ക് കീഴിലുണ്ടായിരുന്ന ചില ഗവർണർമാർ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെയിനിലേക്ക് മുസ്ലിങ്ങൾ പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതേസമയം ഇസ്ലാമിക് സ്പെയിൻ രൂപപ്പെട്ടു വന്നപ്പോൾ, ഈ വൈജ്ഞാനിക വിപ്ലവം ഒക്കെ ഉണ്ടായപ്പോൾ അവിടെ ഒരു തരം സാമൂഹികമായിട്ടുള്ളൊരു ഒരു സുരക്ഷിതാവസ്ഥ, എല്ലാവരും പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ അതുണ്ടായിരുന്നില്ലേ? യെസ്, അതാണ് ഹിസ്റ്റോറിക്കലി 2 തവണ ആയിട്ടുണ്ടായിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ നേരത്തെ മിസ് ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജിസിയയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പല പിന്നെ ഡിസ്കഷനിലും നിങ്ങൾ മുസ്ലിങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന, ഇപ്പോൾ നമ്മൾ ലണ്ടനിലൊക്കെ പല ആളുകളായിട്ടും സംസാരിക്കുമ്പോൾ, നമ്മൾ സ്പീക്കേഴ്സ് കോർണറിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ജിസിയ ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഭയങ്കര പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ജിസിയ തിരിച്ചു കൊടുത്ത സംഭവങ്ങളുണ്ട്. സ്പെയിനിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് അവർ എസ്പെഷ്യലി ജൂതന്മാരാണ് ജിസിയ കൊടുക്കുന്ന ആളുകൾ. ജൂതന്മാർ മുസ്ലിങ്ങൾക്ക് കൊടുത്ത ആ ജിസിയ അവരടുത്ത് തിരിച്ചു കൊടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് പിൻവാങ്ങാണ്, ഞങ്ങൾക്ക് ഇനി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല, കയറിക്കോ, നിങ്ങളെ പൈസ ഇതാന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചു കൊടുത്ത ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അത്രത്തോളം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ സംഭവിക്കോ? ഇപ്പോൾ ഈയിടെ ഉണ്ടായിട്ട് ഇപ്പോൾ ബ്രിട്ടനിൽ പിന്നെ ഒരു എന്താണ്
യുഗാണ്ടല്ല, ഏതൊരു കൺട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായി. ഇവിടുത്തെ ആളുകൾ അസൈലം സീക്കേഴ്സ് ഒരുപാട് ആളുകൾ വരികയാണ്. അപ്പോൾ ഏകദേശം 400 മില്യൺ പൗണ്ട്സ് ഇവരെ തിരിച്ച് അവിടെ ഇതാക്കണം. ഇപ്പം ലാസ്റ്റ് മന്ത് ഋഷീസിനൊക്കെ വരുന്ന സമയത്ത് 40 മില്യൺ പൗണ്ട് എന്തോ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു, അവരെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അവരെ ലീഗലായിട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിലാണ് ഗവൺമെൻറ് മാറിയത്. അപ്പോൾ ആ ഗവൺമെൻറ് പറഞ്ഞു, മറ്റേ രാജ്യം പറഞ്ഞു പിന്നെ ഇനി ഞങ്ങൾ പൈസ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. കാരണം പക്ഷേ രണ്ടാമത്തെ അതായത് ലേബർ പാർട്ടി പറഞ്ഞു അവരുടെ അടുത്ത് ഇനി ഞങ്ങൾക്കത് ആവശ്യമില്ല, റിവോക്ക് ചെയ്തോളൂ, പിന്നെ ആ പൈസ തിരിച്ചു തരാൻ. ഇംഗ്ലണ്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ സോറി ഇറ്റ്സ് ടു ലേറ്റ്, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന പൈസ ഇനി ഞങ്ങളെടുത്ത് പൈസ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത്, അതായത് ഇന്നലെ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. അപ്പോൾ അത്രത്തോളം ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ടെങ്കിൽ അന്നും ഇസ്ലാമിക് ഗവൺമെൻറ് പറയാണ് ഓക്കെ ഞങ്ങൾക്ക് ഇനി നിങ്ങളെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റില്ല, ഹെർവിക നിങ്ങളെ ജിസ് ചെയ്ത അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അവകാശം, നിങ്ങളിത് ഞങ്ങൾക്ക് തന്ന് നിങ്ങളെ സംരക്ഷിക്കാനാണ്, പക്ഷെ ഇനി ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ചു തരും, നിങ്ങളുടെ അവകാശം തിരിച്ചു തരും. മാത്രമല്ല ഞാൻ വേറൊരു സംഭവം കേട്ടത്, ഇപ്പോൾ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഈ അമുസ്ലിങ്ങളായിട്ടുള്ള പൗരന്മാരുണ്ടല്ലോ, സാധാരണ പ്രജകൾ, അവർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇൻ കേസ് ചില സന്ദർഭങ്ങളിൽ പട്ടാളക്കാർ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറയുമ്പോൾ അവരെയും കൂട്ടേണ്ടി വരും. അവർ നല്ല സൈനികമായി അത്യാവശ്യം നല്ലൊരു ശക്തിയാണെങ്കിൽ ഈ അമുസ്ലിം പ്രജകളെയും സൈന്യത്തിൽ കൂട്ടേണ്ടുന്ന അവസ്ഥകൾ ചിലപ്പോൾ വരാം. സ്വാഭാവികമായിട്ടും അന്ന് ആ സാമൂഹിക സാഹചര്യം അനുസരിച്ചുണ്ടാവും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഇവർ സൈന്യത്തിന്റെ ഭാഗമാകുമ്പോൾ അതുവരെ ഇവർ ജിസിയ കൊടുക്കുന്ന എന്തിനാണ്? ഇവർ സൈന്യത്തിൽ ഉണ്ടാവില്ല. അമുസ്ലിം പ്രജകൾ എപ്പോഴും സുരക്ഷിതരായിരിക്കും. അവർക്ക് യുദ്ധത്തിൽ അവരുടെ ജീവൻ പണയം വെക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം അവർ സമ്പത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ജിസിയ പോലും സക്കാത്തിന്റെ അത്ര വരില്ല. മുസ്ലിങ്ങൾ സക്കാത്തും കൊടുക്കണം, അതോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കണം ഒരു യുദ്ധത്തിന്റെ സന്ദർഭം വന്നാൽ. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതില്ല, അവർക്ക് ജിസിയ കൊടുത്താൽ മതി, അത് സക്കാത്തിനേക്കാളും കുറവാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മുസ്ലിങ്ങൾ പോലും ചില സമയത്ത് അവർ സ്വയം സന്നദ്ധരായി ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റുകളെ സമീപിക്കാറുണ്ട്. ഇങ്ങനെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഈ സൈന്യത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവർ പിന്നീട് ജിസിയ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നില്ല, ഇവർ സ്വയം യുദ്ധത്തിൽ ഇറങ്ങേണ്ടി വരികയാണ്. അപ്പം അത്തരം സന്ദർഭങ്ങൾ പോലെ ഇസ്ലാം യഥാർത്ഥത്തിൽ എത്രത്തോളം ഈ അമുസ്ലിം പ്രജകളോട് വിശാല മനസ്കത കാട്ടിയിരുന്നു എന്ന് കാണിക്കുന്നത്. മാത്രമല്ല, ഇപ്പം നമ്മൾ സ്പെയിനെ കുറിച്ചാണല്ലോ പറഞ്ഞു പോയത്. ആ സ്പെയിനിൽ തന്നെ ആ ഒരു കാലഘട്ടത്തെ എല്ലാവരും പരസ്പരം, ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റുള്ള മതവിശ്വാസികളും ന്യൂനപക്ഷങ്ങളാണെങ്കിലും അവരൊക്കെ ഒന്നിച്ച് സഹകരിച്ച് ജീവിച്ചിരുന്ന ആ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടല്ലോ, അതിന് വിളിച്ചിരുന്നൊരു പേര് തന്നെ ഉണ്ട് ഹിസ്റ്ററിയിൽ, കോൺവിവൻസിയ. അപ്പൊ അത്രത്തോളം ഇസ്ലാമിനെ അവർ വിളിച്ചത് വെറുതെ ആയില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ താരിഖ് ഇബ്നു സിയാദിന് കീഴിലുള്ള ആ ഒരു സൈന്യത്തെ സ്പെയിനിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഫലപ്രദമാകുന്ന, അവർക്ക് അനുകൂലമാകുന്ന, ഏറ്റവും പ്രയോജനകരമാകുന്ന രൂപത്തിലേക്ക് അത് മാറുന്ന ചരിത്രത്തിൽ 2 തവണ ഇത് ഉണ്ടായിട്ടുള്ളൂ. അതായത് ക്രിസ്ത്യൻസ് ആൻഡ് ജ്യൂസ് ആൻഡ് മുസ്ലിംസ് അവർ സന്തോഷത്തിൽ ഹാർമണിയിൽ ജീവിച്ചത് ലോകത്തിന്റെ ചരിത്രത്തിൽ 2 തവണ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമയത്ത് മസ്ജിദുൽ അഖ്സ പിടിച്ചടക്കിയ സമയത്ത് അവിടെ ജൂതന്മാർ അപ്പം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അദ്ദേഹം പിടിച്ചടക്കുന്ന സമയത്ത് അവിടെ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ അവിടേക്ക് കുറച്ച് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ജൂയിഷ് ഫാമിലിയെ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ പാർപ്പിക്കുന്നുണ്ട്. അവരും അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളാണ് അവിടുത്തെ താക്കോല് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കൊടുക്കുന്നത്. ഇത് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഒരാൾ പോലും മരണപ്പെടാതെ, ഒരു തുള്ളി രക്തം പോലും ചിന്താതെ. ഉമർ റളിയല്ലാഹു അൻഹു അവരാകെ ആവശ്യപ്പെട്ടത് ഖലീഫ വന്നിട്ട് കീ വാങ്ങിക്കണം, ഖലീഫ നേരിട്ട് വന്ന് വാങ്ങിക്കണം. അതൊക്കെ ഒരു സ്റ്റോറിയാണ്. അവിടെ ഖലീഫ വരുന്ന സീനും, ഖലീഫ പിന്നെ ഒട്ടകപ്പുറത്ത് കൂടെയുള്ള പിന്നെ സെർവൻ്റ് ഒട്ടകപ്പുറത്ത് ഇരിക്കുകയും അദ്ദേഹം നടക്കുകയും ചെയ്യുന്ന അപ്പോൾ സെർവൻ്റാണ് ഉമർ റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചിട്ട് അവർ സെർവൻറ്റിനൊക്കെ ആനയിക്കുന്ന ചരിത്രമുണ്ട്. ഓക്കെ, എനിവേ പിന്നെ ആ ഒരു സമയത്ത് മാത്രമാണ് ആദ്യമായിട്ട് ഹിസ്റ്റോറിക്കലി ഈ 3 മതങ്ങളും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഹാർമണിയിൽ ജീവിക്കുന്നത്. ഒന്ന്. രണ്ടാമത് പിന്നെ സ്പെയിനിലായിരുന്നു. അതിനുശേഷം ലോക ചരിത്രത്തിൽ എന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഇപ്പോഴും കലാപങ്ങളും ഈവൻ എന്തിനു പറയുന്നു, ജൂതന്മാർ അവർക്ക് പിന്നെ ഇസ്രായേൽ അവരുടെ പലസ്തീൻ അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ സമാധാനത്തിലാണ് ജീവിക്കുന്നത്, അല്ല, സ്റ്റിൽ അണ്ടർ വാർ ആൻഡ് ത്രെറ്റ് അല്ലേ. അപ്പോൾ അവർക്ക് പോലും സമാധാനമില്ലാതെ ഈവൻ പിന്നെ ഇസ്ലാമിക് സ്പെയിനിൻ്റെ ടൈമിലായിരുന്നു ദ ഗോൾഡൻ ഏജ് ഓഫ്
പിന്നെ ജുദായിസം അല്ലെങ്കിൽ ജ്യൂസ് എന്നറിയപ്പെടുന്നതും അണ്ടർ ഇസ്ലാമിക് ടൈമിലായിരുന്നു. പിന്നെ സെക്കൻഡ് മോസസ് ഇപ്പം നേരത്തെ മെൻഷൻ ചെയ്തില്ലേ, മൈമനൈറ്റ്സ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവം, ആ ഒരു ഇത് ഇസ്ലാമിക് സ്പെയിനിലാണ് സംഭവിക്കുന്നത്. ആ ഒരു പിന്നെ 8th സെഞ്ചുറിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ, ആ 2 സംഭവങ്ങൾ ഇണക്കി കഴിഞ്ഞാൽ തന്നെ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹിസ്റ്റോറിക്കലി 2 തവണ മാത്രം സംഭവിച്ചത്, 2ഉം ഇസ്ലാമിൻ്റെ കീഴിലായിരുന്നു, സമാധാന ലോകത്തുണ്ടായിരുന്നത്. പിന്നെ ഇനി സ്പെയിനിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു, അവിടുത്തെ കോൺവിവൻസിയ, അവിടെ ഉണ്ടായിരുന്ന സമാധാനപരമായ അന്തരീക്ഷം, അവിടുത്തെ വൈജ്ഞാനിക വിപ്ലവം, ഇതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ സ്പെയിനിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് പിന്നീട് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പിന്നീട് വ്യാപിക്കുന്നുണ്ടോ? എങ്ങനെ? ഇവൻച്വലി പിന്നെ ഇസ്ലാം എന്നുള്ളത് ഒരു മെസ്സേജാണ് അല്ലേ? ഇസ്ലാം എന്നുള്ളത് ദൈവം, ഏകദൈവം എന്നുള്ളൊരു മെസ്സേജാണ്. ഈ ഒരു മെസ്സേജ് പിന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നമ്മൾ സൽമാൻ ബിൻ ഫാരിസിയുടെ ചരിത്രമൊക്കെ കേട്ടതാണ്. അദ്ദേഹം പേർഷ്യക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം സിറിയയിലേക്ക് പോവുകയും അവിടെ നിന്ന് മദീനയിൽ എത്തുകയും പിന്നെ അദ്ദേഹം പിന്നെ സത്യക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ എന്താണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ബേസിക്കലി അന്ന് പിന്നെ നമ്മുടെ കിങ് കോൺസ്റ്റാൻറ്റൈൻ AD 325 കിങ് കോൺസ്റ്റാൻറ്റൈൻ അന്ന് നിലനിരുന്ന ഏകദേശം 20ഓളം ബൈബിളുകളിൽ 4 ക്രൂസിഫിക്ഷനെ സാധൂകരിക്കുന്നതായിരുന്നു. അത് നിലനിർത്തി ബാക്കി 16 ക്രൂസിഫിക്ഷനെ അസാധൂകരിക്കുന്ന ബാക്കി 16ഓളം ബൈബിള് കത്തിച്ച് കളയുകയും, ആ ഒരു സ്റ്റോറിയെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും അന്നത്തെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഓരോ ക്രിസ്ത്യൻ പിന്നെ ചില വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇസ്ലാമിനോട് വളരെ പിന്നെ സാദൃശ്യമുള്ള ജീസസ് ദൈവമല്ലെന്നും പിന്നെ പ്രവാചകനാണെന്നും ജീസസ് ക്രൂസിഫിക്ഷന് വിധേയമായിട്ടില്ലെന്നും പറയുന്ന ആ ഒരു വിശ്വാസമുണ്ട്. അങ്ങനത്തെ ഒരു ക്രിസ്ത്യൻ സമൂഹം അന്ന് നിലനിന്നിരുന്നു. ഈ ക്രിസ്ത്യൻ സമൂഹത്തെയാണ് പിന്നെ കിങ് കോൺസ്റ്റാൻറ്റൈൻ ഒരുപാട് അവരെ വേട്ടയാടിയിട്ട് കൊണ്ട ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ക്രിസ്ത്യാനികൾ പല ഭാഗത്തേക്കും ഓടിപ്പോയിട്ടുണ്ട് അവിടുന്ന്, ആ അടിച്ചമർത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇത് 4th സെഞ്ചുറിയിലാണ്, നബി സല്ലല്ലാഹു മുമ്പ് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പല ഭാഗത്തും ഓടിച്ചെന്ന അത്തരം ക്രിസ്ത്യാനികൾ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടായിരുന്നു. അതിലെ വൺ ഓഫ് ദ അവസാനത്തെ കണ്ണിൽപ്പെട്ട ഒരാളായിരുന്നു സൽമാൻ ബിൻ ഫാരിസി. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പിന്നീട് മുസ്ലിം ആകുന്നത്. കാരണം അദ്ദേഹം വിശ്വസിച്ചിരുന്ന ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഒന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം മുസ്ലിം ആകാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റുള്ള ഒരു പറ്റം എല്ലാ ലോകത്തിൻ്റെ ഒരുവിധം ഭാഗത്ത്, എസ്പെഷ്യലി യൂറോപ്പിൻ്റെ ഈ ഭാഗത്ത് റോമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഒരു മെജോറിറ്റി എല്ലാം ശോഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലേക്കാണ് ഈ ഇസ്ലാം എന്നുള്ള ഈ മെസ്സേജ് കയറി ചെല്ലുന്നത്. ഓക്കെ, ഏകദൈവം. ഇത് പലരുടെയും ഉറക്കം കെടുത്തുകയാണ്. ഓക്കെ, ആ ഉറക്കം കെടുത്തലിൻ്റെ അവസാനം അവർ പല ആളുകളും മുസ്ലിമായ ചരിത്രങ്ങളുണ്ട്. അപ്പം അതിൽ തന്നെ റഷ്യയുടെ പല ഭാഗങ്ങളിലേക്കും കയറിയിട്ടുണ്ട്. റഷ്യ എന്ന് പറയുന്ന ഇപ്പോൾ അസർബൈജാൻ, ആ ഏരിയയുടെ ആ ഒരു ഭാഗം, പിന്നെ ബോസ്നിയ, പിന്നെ അത്തരം ഭാഗങ്ങളിലേക്കെല്ലാം ഈ മെസ്സേജ് എത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിൻ്റെ പവർ ആസ് എ റൂളർ എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ രീതിയിൽ എത്തിയിട്ടില്ല. പക്ഷേ ഈ മെസ്സേജ് പല ഭാഗത്തും എത്തിയിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പിന്നീട് റഷ്യയുടെ ചരിത്രങ്ങളൊക്കെ പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. മേ ബി ഇൻഷാ അല്ലാഹ് നമ്മൾ പല പോഡ്കാസ്റ്റുകളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ പല സ്റ്റോറികൾ, പിന്നെ ഖുർആൻ പഠിച്ച അതിലെ ഓരോ വീട്ടിൻ്റെ മുന്നിൽ ഒരുപാട് സ്റ്റോറികളുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ കടക്കാം ഇൻഷാ അല്ലാഹ്. എന്തായാലും യൂറോപ്പിൻ്റെ പല ഭാഗത്തും ഇസ്ലാം എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അത് ഇപ്പോൾ സ്പെയിനിനെ പോലെ തന്നെ വേറെ ഏത് യൂറോപ്യൻ രാജ്യത്തിലാണ് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് പിന്നീട് ഇസ്ലാം കടന്നു വരുന്നത്? പൊളിറ്റിക്കൽ പവർ എന്നുള്ള രീതിയിൽ പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിലേക്കാണ്. ഇന്നത്തെ തുർക്കി. അത് പിന്നെ 1453. ദാറ്റ്സ് അഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ഇദ്ദേഹം സലാഹുദ്ദീൻ അയ്യൂബി പിന്നെ നമ്മുടെ മസ്ജിദുൽ അക്സ ജെറുസലേമിൽ കീഴടക്കുന്നതിന് മുമ്പുണ്ടായ ഒരു സ്റ്റോറിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രാത്രികളിൽ പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തു. ഓക്കെ, നമ്മളത് കോൺകർ ചെയ്യാൻ പോവുകയാണ്. ക്രിസ്ത്യാനികളുടെ അണ്ടറിൽ പിന്നെ 100 വർഷത്തോളമായിട്ട് നിൽക്കുന്ന ആ ഒരു മസ്ജിദുൽ അക്സ നമ്മൾ കോൺകർ ചെയ്യാൻ പോവുകയാണ്.
അപ്പൊ അതിന് മുന്നോടിയായിട്ട് അവിടെയും മറ്റേ ക്രിസ്ത്യാനികൾക്ക് കീഴിൽ അടിച്ചമർത്തലുകൾ ഇതൊക്കെ ഉണ്ട്. ഉണ്ട്. മറ്റുള്ള ക്രൈസ്തവ സഭക്കാരെയും ജൂതന്മാരെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനികൾ ത്രൂ ഔട്ട് അങ്ങനെയായിരുന്നു. ക്രിസ്ത്യാനികൾ ഇപ്പോൾ പിന്നെ ഒരു എന്താ പറയാ വൈറ്റ് വാഷ് ചെയ്ത മുഖം കാണിക്കുന്നത് ഇപ്പോൾ മാത്രം റീസെന്റ്, എസ്പെഷ്യലി ആഫ്റ്റർ നമ്മുടെ അതും പിന്നെ ഇല്ലാത്ത ഇന്ന് പോലും ആഫ്രിക്കയിലേക്ക് നമ്മൾ കടന്നു ചെല്ലാതിരിക്കണം നല്ലത്. പ്രത്യേകിച്ച് മറ്റേ റോമൻ കത്തോലിക്കരുടെ കീഴിൽ മാർപ്പാപ്പക്ക് കീഴിൽ ബാക്കിയുള്ള ക്രൈസ്തവ സഭകൾ മുഴുവൻ അടിച്ചമർത്തുന്ന വെറും മറ്റുള്ള മതക്കാരെ മാത്രമല്ല, സ്വന്തം മതത്തിലെ മറ്റുള്ള സഭക്കാരെ. മില്യൺസ് ഓഫ് പിന്നെ കാത്തലിക്സിനെ കൊന്ന ചരിത്രങ്ങളുണ്ട്, കാത്തലിക്സ് തിരിച്ചു കൊന്ന ചരിത്രങ്ങളുണ്ട്. ഈ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം തന്നെ രൂപപ്പെടുന്ന ഈ കത്തോലിക്കർക്കെതിരെയാണ്, ഈ അടിച്ചമർത്തലുകൾക്കെതിരെയാണ്. പിന്നെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് യൂണിറ്റേറിയൻസിനെ കൊന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്നും രണ്ടും ഒക്കെ മില്യൺസ് ആണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇത് അവർ പിന്നെ ഈ റീസെന്റ് ഉണ്ടായിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ പിന്നെ നമ്മൾ ഒക്കെ ഇപ്പോൾ അവർ മതത്തിന്റെ പേരിലല്ലേ, ഇപ്പം ഇന്ന് പോലും പിന്നെ നമ്മുടെ അറബ് രാഷ്ട്രങ്ങളുടെ പേരിൽ ഇവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് മുസ്ലിം കൺട്രി എന്നുള്ളതിൻ്റെ അതാണ് അവരെ വിട്ടു നിർത്താനുള്ള, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് പിന്നെ ബ്രിട്ടൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക എന്തുകൊണ്ട് ബ്രിട്ടനെ ഇതാക്കുന്നു, എന്തുകൊണ്ട് സൗദിയെ പിന്നെ അലയായി വെക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദിക്കാൻ. ഓക്കെ, ബട്ട് എനിവേ പിന്നെ ഗോയിങ് ബാക്ക് ടു നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ. ഓക്കെ, അവിടെ പിന്നെ സലാഹുദ്ദീൻ അയ്യൂബി അവിടേക്ക് പിന്നെ മസ്ജിദുൽ അക്സ 1100 കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ മുമ്പായിട്ട് മസ്ജിദുൽ അക്സ കീഴടക്കുന്നതിന് മുമ്പ് അദ്ദേഹം രാത്രികളിൽ ഇറങ്ങി നടക്കും, ആളുകൾ നമസ്കരിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടി. രാത്രി നമസ്കാരം തഹജ്ജുദ്. അപ്പോൾ ആ തഹജ്ജുദ് നമസ്കാരം ആദ്യങ്ങളിലൊന്നും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 5 വർഷം വരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവരോട് പറയാണ്, നിങ്ങൾ നമസ്കരിക്കണം, എന്നാലേ പടച്ചോ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ 5 വർഷത്തിനൊരു നല്ലൊരു ഇസ്ലാമിക സമൂഹം വളർത്തിയെടുത്തതിന് ശേഷമാണ് അദ്ദേഹം പിന്നെ മസ്ജിദുൽ അക്സ പിന്നെ അതിന് വേണ്ടിയിട്ട് മുതിരുന്നുള്ളൂ. അതുവരെ പ്ലാനിങ് ആയിരുന്നു നിയർലി 5 years. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കഥയാണെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള കഥയാണ് കോൺസ്റ്റാന്റിനോപ്പിളിൽ സംഭവിക്കുന്നത്. മെഹമ്മദ് അൽ ഫാത്തിഹ് സെക്കൻഡ് എന്ന് പറയപ്പെടുന്ന, ഇപ്പം ഇന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മളെ ഇസ്താംബൂളിൽ പോയി കഴിഞ്ഞാൽ അൽ ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ തന്നെ എന്നുള്ളതാണ് അർത്ഥം. അവിടെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇസ്താംബൂളിൽ നമ്മളെ പിന്നെ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ, മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു വിസിറ്റ്. നിങ്ങളവിടെ പോയൊരു വ്ളോഗൊക്കെ അല്ലേ? യെസ്, നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പള്ളിയൊക്കെ ബ്യൂട്ടിഫുൾ. നമ്മുടെ പള്ളിയിലൊക്കെ ഒരുപാട് പൂച്ചകളൊക്കെ നടക്കുന്ന സംഭവമാണ്. നമ്മളതിൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണാം. അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പള്ളിയിൽ കയറിയപ്പോൾ തന്നെ തൊട്ട് മുന്നിലെ പള്ളിയിൽ പൂച്ചകൾ നടക്കുക, പുറത്തിറങ്ങി നല്ല ഒരു ബ്യൂട്ടിഫുൾ നല്ല കാംനെസ് തരുന്ന ഒരു സിറ്റിയാണ്. എനിവേ ആർക്കെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ലാ യു ഷുഡ് വിസിറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇന്ത്യക്കാർക്കൊക്കെ ഈസിയാണ് തുർക്കിയിൽ പോകാൻ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ അതർ യൂറോപ്യൻ കൺട്രീസ്, കമ്പാരിറ്റീവ്ലി. ഓക്കെ, എനിവേ അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഈ മെഹമ്മദ് ചെയ്യുന്നത്, അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ആളുകളോട് ഇതേപോലെ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, ഇസ്ലാം അറിയാനും പ്രോപ്പർ മുസ്ലിമായിട്ട് ജീവിക്കാൻ ആവശ്യം. കേവലം ഒരു സൈനിക ശക്തി മാത്രം പോരാ, വിശ്വാസപരമായിട്ട് ദൈവത്തോട് എപ്പോഴും അടുക്കണം എന്നുള്ള അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു പിന്നെ ഫ്യൂ ഇയേഴ്സിന് ശേഷം അദ്ദേഹം ഒരു കടയിൽ കയറിയിട്ട് ചോദിക്കുക, എനിക്ക് കുറച്ച് തേനും പിന്നെ ബട്ടറും പിന്നെ ബ്രെഡാണെന്ന് തോന്നുന്നു, ഇത് വേണമെന്ന് പറയാണ്. അപ്പോൾ കടക്കാരൻ പറയാണ്, ഞാൻ പിന്നെ തേനെടുത്ത് കൊടുത്ത് പറയാണ്, ബട്ടറിനും മിൽക്കുമാണ്, മിൽക്ക്, ഹണി ആൻഡ് ബട്ടർ. ഓക്കെ, ഹണി എടുത്തു കൊടുത്ത് പറഞ്ഞു, പിന്നെ ബാക്കി 2 എണ്ണത്തിനും ഞാനിന്ന് അത്യാവശ്യം സെയിൽ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ അടുത്ത കടക്കാരൻ്റെ അടുത്ത് വാങ്ങിച്ചോളൂ. അപ്പോൾ എന്നെപ്പോലെ എൻ്റെ നെയ്ബറും പിന്നെ സെയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനും സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അടുത്ത കടയിൽ ആ സമൂഹം അത്രയും ആ സെൽഫിഷ് ആയ ഒരു അവസ്ഥയിൽ നിന്ന് മാറി അവർ നിസ്വാർത്ഥരായി മാറിണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഷോപ്പ് കീപ്പർ അദ്ദേഹം 1 കൊടുത്തിട്ട് 2ാമത്തേന് 3ാമത്തേന് സജസ്റ്റ് ചെയ്യാണ്. സോ ദിസ് ഇസ് ദ ഹിസ്റ്ററി. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഓക്കെ, ദിസ് ഇസ് ദ ടൈം ടു കോൺകർ കോൺസ്റ്റാന്റിനോപ്പിൾ. കാരണം വിശ്വാസപരമായി ആളുകൾ ഭയങ്കര ഒരു സ്പിരിച്വൽ ലെവലിൽ ആളുകൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്, നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, പടച്ചവന്റെ സഹായം കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള സമയമാണെന്നുള്ള തിരിച്ചറിവ് അവിടെ നിന്നാണ് ലഭിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. ഇതും കൃത്യമായിട്ട് നമുക്ക് ഇതുമൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ ഹോളിവുഡ് മൂവീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആണെങ്കിൽ പിന്നെ കിങ്ഡം ഓഫ് ഹെവൻ
ആണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററീസ് എല്ലാം അവൈലബിൾ ആണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. അപ്പോൾ എനിവേ അദ്ദേഹം ഇത് കീഴടക്കണം. ഇതാണ് മുഹമ്മദ് അൽ ഫാത്തിഹ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുകയാണ്. അങ്ങനെ ആ കോൺസ്റ്റാന്റിനോപ്പിളിലെ നമ്മുടെ ഇപ്പം റീസെൻ്റ്ലി ഉണ്ടായിരുന്ന ഹാഗിയ സോഫിയ ഒക്കെ കോൺസ്റ്റാന്റിനോപ്പിളാണ്. ഹാഗിയ സോഫിയ എന്ന് പറയുന്ന സംഭവം തന്നെ ശരിക്ക് ഇന്ന് നമ്മളെ ബുർജുൽ അറബ് പോലെ, ബുർജുൽ അറബ് ഉണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിട്ടുള്ളത്, പിന്നെ അതുപോലെ അന്ന് ലോകത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് നിന്നിരുന്ന സംഭവമായിരുന്നു. ലോകാത്ഭുതം എന്ന് വേണമെങ്കിൽ അന്ന് വിളിക്കാൻ പറ്റിയ ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ആയിരുന്നു അത്. പക്ഷെ അന്ന് നമുക്ക് അത്ര അത്ഭുതമായിട്ട് തോന്നില്ല, കാരണം അതിൻ്റെ ചുറ്റുഭാഗം ബിഗ് ബിൽഡിങ്സ് ആണ്. അപ്പോൾ ആ ഹാഗിയ സോഫിയയും സംഭവങ്ങളും എല്ലാം പിന്നെ കോൺകർ ചെയ്യാൻ അത് ഇസ് ഗോയിങ് ബാക്ക് ടു കിങ് കോൺസ്റ്റാന്റിൻ്റെ സമയത്ത് പിന്നെ ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ഒരാൾ ബിൽഡ് ചെയ്ത സംഭവമാണ് അത്. ജസ്റ്റീനിയൻ രാജാവ് കോൺസ്റ്റാന്റിൻ്റെ ശേഷം പിന്നെ വന്ന ആളായിരുന്നു ജസ്റ്റീനിയൻ. അങ്ങനെ കാരണം അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് വേൾഡിൻ്റെ ഒരു ക്യാപിറ്റലായിരുന്നു. കാരണം അതിൻ്റെ സ്പോട്ട് നോക്കിയാൽ മാപ്പിൽ നോക്കിയാൽ അറിയാം, അത് യൂറോപ്പിനെയും ഏഷ്യയും പിന്നെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗത്തിന്റെ അതിലുള്ള ഏറ്റവും വലിയ ഒരു സിറ്റിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഇന്നും ഇപ്പോൾ അവിടെ ഇസ്താംബൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, അവിടുത്തെ ഒരൊറ്റ ഏരിയയിലുള്ള ഷോപ്പുകൾ ഏകദേശം 6,000-7,000 ഷോപ്പുകളാണ് ഒരൊറ്റ മാർക്കറ്റിലുള്ളത്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡ് എന്ന് ആണ് അറിയപ്പെടുന്നത്. എനിവേ പിന്നെ അതുപോലെ തന്നെ ഒരു പള്ളിയുണ്ട് ഇപ്പോൾ അവിടുത്തെ പിന്നെ പ്രസിഡൻ്റായിട്ടുള്ള എർദുഗാൻ്റെ പേരിലുള്ളൊരു പള്ളി. അതിന് ഏഷ്യൻ മോസ്ക് എന്ന് അറിയപ്പെടുന്നത് കാരണം അത് ഏഷ്യയുടെ ഭാഗത്താണ്. അപ്പോൾ ദാറ്റ് സിറ്റി അതിൻ്റെ ആ ഒരു എന്താ പറയുക ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ തന്നെ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു. പിന്നെ നേരത്തെ നമ്മുടെ സിൽക്ക് റൂട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പം ഇതിനൊക്കെ ബന്ധിപ്പിക്കുന്ന അതിൻ്റെ ഒരു അവസാനപരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് അതിലെ ആ സെയിൽസൊക്കെ നടക്കുന്ന പിന്നെ ഈ ഭാഗത്തുള്ള യൂറോപ്പിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ എത്തുകയും ഏഷ്യയിൽ നിന്ന് ഇവിടെ വരുന്ന ആ ഒരു പോയിന്റ്. അതായത് ഒട്ടോമൻ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ വ്യാപാര ബന്ധങ്ങളിൽ. അതായത് വെസ്റ്റിൽ നിന്ന്, അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കിഴക്കിലേക്ക് സാധനങ്ങൾ പോകണമെങ്കിൽ ഒട്ടോമൻസിന്റെ കൺട്രോളിലായിരുന്നു. കിഴക്കിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിലും ഒട്ടോമൻസിന്റെ അനുവാദ പ്രകാരം അത് പോകാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിലൊരു പവർ ഉണ്ടായി, ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയ്ക്ക് അവർ വലിയൊരു ശക്തിയായി മാറാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും ഇസ്ലാം യൂറോപ്പിന്റെ ഒരു ഭാഗം കൂടി ആകുന്നത് യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴി കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ആ സമയത്ത് ഇപ്പോൾ 1492 ഇവിടെ സ്പെയിനിൽ ഇസ്ലാമിൻ്റെ ഒരു ഓൾമോസ്റ്റ് അവസാനം വരുന്നത്. പക്ഷെ 1453 അതിൻ്റെ ഏകദേശം 50 years മുന്നോടിയായിട്ട് ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ ഏകദേശം പിന്നെ ഇസ്ലാം ഒന്ന് സെറ്റ് ബാക്ക് ചെയ്യാണ് അതിൻ്റെ പവർ യൂറോപ്പിലുള്ള. ഓക്കെ, അതാണ് പിന്നെ 1926 വരെ 1922-26 വരെ പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമൻസ് നിലനിൽക്കണം. അപ്പോൾ 1920s എന്ന് പറഞ്ഞാൽ ഏകദേശം ആധുനിക ലോകത്തി. നമ്മൾ ഇന്ന് ആധുനിക ലോകത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടം. അപ്പോൾ ഈ ആധുനിക ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിനെ കുറിച്ചായിരുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞത്. ആ സമയത്താണ് ഇസ്ലാം അങ്ങോട്ട് പ്രവേശിക്കുന്നത് സ്പെയിനിലൂടെയും അതേപോലെ പിന്നെ കോൺസ്റ്റാന്റിനോപ്പിളിലൂടെയൊക്കെ. പക്ഷേ പിന്നീട് ഈ ആധുനിക കാലഘട്ടം വരെ ഈ ഒട്ടോമൻസ് ഭരിച്ചു എന്ന് പറഞ്ഞല്ലോ, ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഒട്ടോമൻസ് ലോകയുദ്ധങ്ങളൊക്കെ നടന്നതിന് ശേഷം ഒട്ടോമൻസിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നുണ്ട്. അത് പലപ്പോഴും വിഭജിക്കപ്പെടുന്നുണ്ട് ജയിച്ച സഖ്യകക്ഷികൾ അവരുടെ കരങ്ങളാൽ. അപ്പോൾ പിന്നീട് ഈ ആധുനിക ലോകത്ത്, ആധുനിക യൂറോപ്പിൽ ഇസ്ലാം എങ്ങനെയാണ് വ്യാപിക്കുന്നത്? ഓക്കെ, ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ 1947 ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അന്നത്തെ അവസ്ഥ എന്താണ്? ഇവിടെ പിന്നെ കൊടും ദാരിദ്ര്യമാണ് അല്ലേ? അപ്പം നമുക്ക് നമ്മളെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാം. കാരണം നമ്മുടെ റിച്ച് ആയിരുന്നു, ബ്രിട്ടീഷുകാർ ഇവിടെ നശിപ്പിച്ച് ഇവിടുത്തെ കൊള്ളയടിച്ച് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ നല്ല GDP ഉണ്ടായിരുന്ന ഇന്ത്യ വളരെ 0.27 നിയർലി 25% ഓഫ് ദ വേൾഡ്സ് വെൽത്ത് വാസ് ഇൻ ഇന്ത്യ അല്ലേ? അത് 0.27 എന്തോ ആക്കിയിട്ട് നിർത്തുകയാണ്. അത്രയും താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് അവർ ഇവിടുന്ന് പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്നൊരവസ്ഥ എന്താണ്? ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം കേട്ടോ. ഇവിടുത്തെ ആളുകൾക്ക് ജോലി ഇല്ലാതെ. അപ്പോൾ
ഉള്ള സൊല്യൂഷൻ ഇംഗ്ലണ്ടിലേക്ക് പോകുക എന്നുള്ളത് ഒരു സൊല്യൂഷനാണ്. അന്നത്തെ കാലത്ത് പിന്നെ ആളുകളൊക്കെ ഇവിടുന്ന് പിന്നെ പേർഷ്യ, പിന്നെ ഈവൻ നമ്മുടെ ശ്രീലങ്കയ്ക്ക് പേര് വേറെ സിലോൺ. പല രാജ്യങ്ങളിലേക്കും ആളുകൾ ചേക്കേറുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ടായിട്ട് തന്നെ ഇന്ത്യയിൽ നിന്നും, അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പഞ്ചാബിലുള്ള പിന്നെ ഇഷ്യൂ ഒക്കെ കാരണം, സിഖുകളുടെ ഇഷ്യൂ കാരണം കുറച്ച് പഞ്ചാബീസ്, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബംഗ്ലാദേശികൾ ഒത്തിരി പേര്, അങ്ങനത്തെ ആളുകളൊക്കെ ശരിക്കും ഇംഗ്ലണ്ടിലേക്ക് ചേക്കേറാൻ ഇതൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഫ്രാൻസിന്റെ ഇവിടെ ഈ ദാരിദ്ര്യം നിറഞ്ഞ ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടി അവർ കുടിയേറാണ് പല ജോലി ആവശ്യമാണ്. അവർക്ക് ജോലി കിട്ടും ഇംഗ്ലണ്ടില്. ഇപ്പൊ നമ്മളിന്ന് ദുബായിലൊക്കെ നമ്മൾ പോകുന്ന, ഇന്നിപ്പോ യു കെയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ, പക്ഷെ അന്ന് അതൊരു ഓപ്ഷൻ ആയിരുന്നു. ഈ കാരണം അവർക്ക് കോമൺവെൽത്ത് കൺട്രീസിന്റെ അടിയിൽ വരുന്ന അവർക്ക് ജസ്റ്റ് വിസ പോലും വേണ്ട, അതായത് പാസ്പോർട്ട് പോലും വേണ്ടാതെ പോയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അതായത് ബ്രിട്ടന്റെ കീഴിൽ കോളനികളായിരുന്നു ഇന്ത്യയെ പോലെയുള്ള രാഷ്ട്രങ്ങളൊക്കെ. അവർക്ക് പെട്ടെന്ന് ബ്രിട്ടനിലേക്കൊക്കെ കടക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു, ഈസി ആക്സസ് ആയിരുന്നു അന്നത്തെ സമയത്ത്. അത് പാസ്പോർട്ട് പോലും വേണ്ടായിരുന്നു എന്നല്ല, ഒരു ഇന്ത്യനാണെന്ന് പറഞ്ഞു, ബ്രിട്ടന്റെ കോളനി ആയതുകൊണ്ട്, കോളനിയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഫ്രാൻസിന് കോളനികൾ ഉണ്ടായിരുന്നു, പോർച്ചുഗീസിന് കോളനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് നമുക്ക് ഇന്ത്യൻസിന് പോകാൻ പറ്റുന്നത് പോലെ ഫ്രാൻസിന്റെ പിന്നെ കോളനിയിൽ നിന്ന് ഇപ്പോൾ നമ്മളെ മൊറോക്കൻസ് അല്ലെങ്കിൽ ഇത്ര ഫ്രഞ്ച് കോളനീസ്, ലബനീസ്, അത്തരം ആളുകൾക്കെല്ലാം അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്ന് നോക്കി നമ്മൾ ഫ്രാൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മൊറോക്കൻസ്, സിറിയൻസ് ആളുകളൊക്കെ, അൾജീരിയൻസിനൊക്കെ കാണും. ഒത്തിരി ആളുകളുണ്ട്. ഫേമസ് ഫുട്ബോൾ പ്ലെയർ അൾജീരിയൻ വംശജനാണ്. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. അവരെ ഗ്രാൻഡ് ഡാഡ്സ് ഒക്കെ പെർഹാപ്സ് അവിടെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇന്ന് ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാലും ഒരുപാട് ഇപ്പോൾ ഒരു നമ്മളൊക്കെ ചെല്ലുന്നതിന് മുമ്പുള്ള ഒരു 50 years ബാക്ക് ഒരു ജനറേഷൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ജനറേഷനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പിന്നെ ഒരു ഒഴുക്ക് ഈ വെസ്റ്റിലേക്ക് വരികയാണ്. അതായത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്ന പല രാജ്യങ്ങളിൽ നിന്നും വെസ്റ്റിലേക്ക് ആളുകൾ കുടിയേറാൻ തുടങ്ങി. അവിടുത്തെ ജോലി അവസരങ്ങൾ, വേറെ കുറെ അവസരങ്ങൾ ഉള്ളതുകൊണ്ട്. അങ്ങനെ പിന്നെ ആ ഒരു ജനറേഷൻ അവിടെ പിന്നെ എത്തുകയും പിന്നെ അവിടെ നിന്നുള്ള, അപ്പോൾ അവിടെ ഒരു മേ ബി നമുക്ക് പറയാം ഒരു 1% എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 50 years ബാക്ക്, ലെസ് ദാൻ 1%, ഒക്കെ തുടക്കമല്ല. പിന്നെ ആ ഒരു 1% ഉള്ള ആളുകൾ പിന്നെ ഇവൻച്വലി അവിടെ വർക്ക് ചെയ്യണം. അവരുടെ അൾട്ടിമേറ്റ് ഗോൾ അവിടെ വർക്ക് ചെയ്യുക, ജോലി ചെയ്യുക, സമ്പാദിക്കുക, തിരിച്ച് നാട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഇവൻച്വലി ഇപ്പോൾ ഒരു 20 years 30 years ആക്കി അവിടെ നെക്സ്റ്റ് ജനറേഷൻ വരികയാണ് അവരുടെ. അപ്പോൾ നെക്സ്റ്റ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് തിരിച്ചു പോകുന്നതിൽ പല ആളുകൾക്കും താല്പര്യമില്ലാതായിട്ടുള്ള അവസ്ഥകളുണ്ടായിരുന്നു. കാരണം അവർ ജനിച്ച് വളർന്നതും ആ ഒരു കൾച്ചറിലായി. കാരണം അവർ ആ കൾച്ചറിനായിട്ട് അഡാപ്റ്റഡ് ആയി. They like some of them അവർ വെസ്റ്റ് കൾച്ചറിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ദേ ആർ മുസ്ലിംസ്, ഓക്കെ, ദേ ലൈക്ക് വെസ്റ്റ് കൾച്ചർ. ഓക്കെ, അപ്പോൾ വെസ്റ്റ് കൾച്ചറിൽ ഉയർന്നു വന്ന അല്ലെങ്കിൽ ഗ്രോ അപ്പ് ചെയ്ത കുറച്ച് മുസ്ലിങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ പെർഹാപ്സ് അതിൽ തന്നെ പിന്നെ ഇസ്ലാം വിട്ടുപോയ ആളുകളും ഉണ്ട്. ഓക്കെ, ഒരു പെർസെൻറ്റേജ് ഇപ്പോൾ നമുക്ക് ഇന്ന് പല ആളുകളും ഇപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പലരും പറയും മൈ ഗ്രാൻഡ് ഡാഡ് വാസ് എ മുസ്ലിം. ഓക്കെ, ഹു ആർ യു? അവർ ചിലപ്പോൾ എത്തിസ്റ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ പല ആളുകളേറ്റവും സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ ഫേസ് കണ്ടു കഴിഞ്ഞാലൊക്കെ നമ്മൾ അവരെടുത്ത് ചോദിക്കും, ഓക്കെ, പിന്നെ സംസാരിച്ച് നെക്സ്റ്റ് ടോപ്പിക് ഓർ തേർഡ് ടോപ്പിക് ഫോർത്ത് ടോപ്പിക് വുഡ് ബി ഇസ്ലാം. ഓക്കെ, വാട്ട് യുവർ റിലീജിയൻ? ഇറ്റ്സ് ഓക്കെ. അവിടെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ പിന്നെ നമ്മളൊരാളെടുത്ത് ഇസ്ലാം പറയുന്നത് നമുക്ക് പോലും മടിയാണ്. നമ്മൾ കാരണം പിന്നെ നമ്മൾ പേടിക്കണം. അല്ല, ഇസ്ലാം പറയാൻ ഇപ്പം നമ്മൾ സത്യം പറയാൻ പോലും പേടിക്കുകയാണ്. ഇതൊരു സത്യമായ ഇവരിപ്പോൾ എന്ത് വിചാരിക്കും. ഓക്കെ, ഇവന് ഭയങ്കര ഒരു മതജീവിയാണ്. ഓക്കെ, അല്ലെങ്കിൽ ടെററിസ്റ്റാണ്, താടി കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ ചിന്താഗതി. പക്ഷേ അവിടെ വെസ്റ്റിൽ കുറച്ച് മുമ്പ് ആ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് കുറച്ചൊരു പിന്നെ ആളുകൾക്കൊക്കെ ഒരു എന്താ പറയുക ഒരു മുൻവിധി ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ആളുകൾ ഇസ്ലാം ഈസ് വെരി കോമൺ.
എല്ലാ കുട്ടികൾക്കും പോലും അറിയുന്ന ഒരു സംഭവമാണ്. ഈവൻ സ്കൂളിൽ പോലും കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ എൻ്റെ മക്കൾ പോലും പഠിക്കുന്ന സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ് നമ്മൾ ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, എൻ്റെ ടീച്ചർ പഠിപ്പിച്ചു തന്നു. പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു ടീച്ചറാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇന്ന് നടക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഒരു മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ ഒരു തരം അപരിചിതത്വം തോന്നിയിരുന്നു ആ രാജ്യങ്ങളിലൊക്കെ, ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലൊക്കെ. പക്ഷെ ഇപ്പോൾ UK പോലുള്ള ആ രാഷ്ട്രങ്ങളിൽ ഇസ്ലാം വളരെ നോർമലായിട്ടുള്ള ഒരു ട്രെൻഡായി മാറുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. വെരി നോർമൽ. കാരണം ഈ കുടിയേറ്റം അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് മുസ്ലിങ്ങൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കൾച്ചർ നേർക്ക് നേരെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാവാണ്. അപ്പോൾ നേരിട്ട് കണ്ട് ഇതാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മീഡിയകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരെ ഒരുപാട് പ്രൊപ്പഗണ്ട സാധനങ്ങളുണ്ട്. ഇതൊന്നുമല്ല ഇസ്ലാം, ഇവര് ജീവിച്ച് കാണിക്കുന്നതാണ് ഇസ്ലാം എന്ന് തിരിച്ചറിയുമ്പോൾ ആ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് എന്നൊരു ചിന്ത അവിടെ ഉണ്ടാവുന്നു. അപ്പൊ ഇത് അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഫസ്റ്റ് ജനറേഷൻ ആളുകളുടെ കുടിയേറ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു അസൈലം, ഇപ്പം നമ്മുടെ യുദ്ധങ്ങൾ കാരണം അല്ലെങ്കിൽ പല നാടുകളിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ ഒക്കെ ആഭ്യന്തര യുദ്ധങ്ങൾ കാരണം കുറേ ആളുകൾ കുടിയേറിയിട്ടുണ്ട് അസൈലമായിട്ട്. പക്ഷെ ഇതിലൊക്കെ ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് പിന്നെ മുസ്ലിങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ സിറിയ അങ്ങനത്തെ അത്തരം രാജ്യങ്ങളുണ്ടാകുന്ന ഈവൻ അമേരിക്ക അല്ലെങ്കിൽ UK പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അതൊക്കെ നമുക്ക് മറന്നേക്കാം. പക്ഷെ ഇവിടേക്ക് കയറി വരുന്നത് മെജോറിറ്റി ആയിട്ടുള്ളതും മുസ്ലിങ്ങളാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സിലോൺ എന്നുള്ള അല്ലെങ്കിൽ പിന്നെ ഈ ശ്രീലങ്കയിൽ നിന്നുള്ള കുറച്ച് തമിഴ്സ് അവരാണ് പിന്നെ അസൈലമായിട്ട് വന്നിട്ടുള്ളത്, അസൈലം സീക്കേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ കുറച്ച് ഗ്രൂപ്പുകളിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി മുസ്ലിംസ് ആണ്. അപ്പോൾ ഇതൊക്കെ മുസ്ലിംസിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്നൊരു മൈന്യൂട്ട് ആളുകൾ അവിടുത്തെ കൾച്ചർ അഡാപ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയേക്കാം. നമുക്കറിയാം അങ്ങനത്തെ കുറേ ആളുകൾ അവിടെ ഉണ്ട്. ഓക്കെ, ബട്ട് മെജോറിറ്റി ഐ വുഡ് സേ 95% ദേ ആർ മുസ്ലിംസ്. മുസ്ലിംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെ എത്തിക്കഴിഞ്ഞാൽ രണ്ടാമത് അവർ ചിന്തിക്കുന്നത്, എസ്പെഷ്യലി പാകിസ്ഥാനികളൊക്കെ പോലുള്ള ആളുകൾ, അവർ വീക്ക് 2 അല്ലെങ്കിൽ മന്ത്സ് 2 അവർ ഒരു പള്ളി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഒരു പള്ളി അവരുടെ മതത്തോട് അത്രത്തോളം കണക്റ്റഡ് ആണ്. അത് അവരുടെ പിന്നെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്, ഐഡന്റിറ്റി. ഓക്കെ, എക്സാക്ട്ലി. അപ്പോൾ ആ ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം ആളുകൾ കാണാം. ഇത് ഒരു സെക്കൻഡ് ഹാൻഡ് ഹാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് കഴിഞ്ഞാൽ തേർഡ് ജനറേഷൻ ആയിട്ട് വരുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടാകും. ഇപ്പോൾ 2000 മുതലൊക്കെ എന്നൊക്കെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ എൻ്റെ തൊട്ട് മുമ്പൊക്കെ എത്തിയ കുറച്ച് ആളുകൾ, അവർക്കിപ്പോൾ അവിടെ കുട്ടികളൊക്കെ ആയിട്ട്, ഇപ്പോൾ എനിക്ക് 3 മക്കളാണ് അവിടെ. ഞാൻ ഏകദേശം നിയർലി 18+ ഇയേഴ്സ് അവിടെ ആയിട്ട് UK. അപ്പോൾ ഈ ഒരു ജനറേഷനിൽ സംഭവിക്കുന്ന ഇവിടെയും മുസ്ലിങ്ങൾ അത്യാവശ്യം എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ പല രീതിയിൽ അത്യാവശ്യം ഇതൊരു 50-50 വേണമെങ്കിൽ പറയാം. നോട്ട് ഓൺലി മുസ്ലിംസ്. ഒക്കെ മറ്റേതിലെല്ലാം സെക്കൻഡ് പാർട്ടിലും ഫസ്റ്റ് പാർട്ടിലൊക്കെ വേണമെങ്കിൽ എസ്പെഷ്യലി സെക്കൻഡ് പാർട്ടിൽ മെജോറിറ്റി മുസ്ലിംസ് ആയിരുന്നു. സെക്കൻഡ് ആയിട്ട് അങ്ങോട്ടുള്ള മൈഗ്രേഷൻ. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റിൽ വന്നതിൽ ഒക്കെ ഒരു സ്റ്റഡി പർപ്പസിന് എല്ലാവരും മിക്സഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ മേജർ ഷിഫ്റ്റ് ആയിട്ട് വരുന്നത് ഇന്റർനെറ്റ് വെരി ആക്സസിബിൾ ആയി. ഇപ്പോൾ റീസെന്റ് ഇയേഴ്സിൽ എല്ലാവർക്കും അവരുടെ ഫിംഗർ ടിപ്സിൽ പിന്നെ ഇന്റർനെറ്റ് ആണ്. ടിവിയിലും റേഡിയോയിലും കാണുന്നത് മാത്രമായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്താലും നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്. അതിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് എന്താണ്, ഒരു നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടി വിയിൽ നിങ്ങളൊരു ഇൻഫർമേഷൻ കാണുന്നത് ഒരാൾ തീരുമാനിച്ചു വെച്ച ഒരു പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. ഹി വിൽ ഡിസൈഡ് വാട്ട് യു ഗോണ സീ. ഓക്കെ, അത് അവന്റെ തീരുമാനമാണ്. ഓക്കെ, മീഡിയ കമ്പനി തീരുമാനിക്കുക, അവനാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇന്നിപ്പോൾ അതല്ല. നിങ്ങളുടെ ഫിംഗർ നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ എന്ത് കാണണം എന്നുള്ളത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഇസ്ലാമിനെതിരെയുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷനായിട്ട് യൂട്യൂബ് ചെയ്യുന്നത് അൽഗോരിതം സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ്. നേരെ മറിച്ച് വാട്ട് ഈസ് ഇസ്ലാം, ഓക്കെ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണുന്നത് ഇസ്ലാമിൻ്റെ നല്ല വശങ്ങളായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇവിടെ അവൈലബിൾ ആണ്. യു വിൽ ഡിസൈഡ് വാട്ട് ടു വാച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എസ്പെഷ്യലി യൂറോപ്പിലെ ആളുകളും ഇപ്പം നമ്മളെ ആളുകളും നമ്മുടെ മലയാളീസ് പിന്നെ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ഒരു കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത്
അവർ വളരെ ഓപ്പൺ മൈൻഡഡാണ്. ഓക്കെ. ഓക്കെ, എന്താണെങ്കിലും അവർ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഇപ്പോൾ പല ഇതിൽ നമ്മളെ കടയിൽ വന്ന് പറയുകയാണെങ്കിൽ പറയും എൻ്റെ അടുത്ത് പൈസ ഇല്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇന്ന് ഇത് വാങ്ങാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, ഇന്ന് എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞാൻ ഇന്ന് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം പർച്ചേസ് ചെയ്യും. ഓക്കെ, ഇത് അവരുടെ നോർമൽ. അല്ലെങ്കിൽ ഒരു പിന്നെ ഇപ്പോൾ നമ്മൾ അവിടെ പിന്നെ ഇപ്പോൾ എക്സ്പെൻസീവായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ അല്ലെങ്കിൽ ഡെൻ്റൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളുകൾ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വന്ന് പറയും എനിക്ക് അതിനൊക്കെ ചാർജ് ഉണ്ട് അവിടെ, അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, അത് ഞാൻ അടുത്ത മാസം വരാം. ഇത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഓപ്പണായി. നമ്മൾ മലയാളീസ് നമ്മൾ 5 പൈസ ഇല്ല എന്നുണ്ടെങ്കിലും ഭയങ്കര റിച്ച് ആയിട്ട് നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു അവരുടെ ആറ്റിറ്റ്യൂഡ് അതിൽ മാത്രമല്ല, അത് എല്ലാത്തിലും അവരുടെ ആറ്റിറ്റ്യൂഡാണ്. അത് അവരുടെ സമൂഹത്തിന്റെ ഒരു കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അവർ വളരെ ഓപ്പൺ മൈൻഡഡാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സംഭവം കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. സത്യമാണെന്നൊരു സംഭവം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, കാരണം അവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. മറ്റുള്ളവർ അവരെങ്ങനെ ജഡ്ജ് ചെയ്യില്ല. അവരുടെ ആ ഒരു ഫ്രീഡം അവർ പിന്നെ പ്രോപ്പർലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്, പക്ഷെ എല്ലാം റെസ്ട്രിക്റ്റഡാണ് അല്ലേ. നമ്മൾ ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീമിൽ നിന്ന് പുറത്താവും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ പുതിയ ടീമിൽ കയറ്റം പിടിക്കും അല്ല, അല്ലെങ്കിൽ ചാപ്പ കുത്തി വിടും. ഓക്കെ, ആ പേര് അടിച്ചു വിടും, സുഡൊക്കെ ചാപ്പ കുത്തി വിടും. പക്ഷെ ഇതൊന്നും അവിടെ ഇല്ല. അവിടെ നിങ്ങൾക്ക് പറയേണ്ടത് പറയാം, വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാം, എല്ലാം ആ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് തന്നെ ഒരാളെടുത്ത് വേണമെങ്കിൽ കൃത്യം അവിടെ പബ്ലിക്കായിട്ട് എനിക്ക് ഇസ്ലാം പറയാം. ഓക്കെ, അതിന്റെ എല്ലാ തരം ആളുകളും എല്ലാ അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പൊ ഫ്ലാറ്റ് എർത്ത് ആയിട്ട് ടീം വരുന്നുണ്ട്, അവരുടെ അഭിപ്രായമാണ്, അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, അതും പബ്ലിക്കായിട്ട് പറയാനുള്ള അവസരമുണ്ട്. ഇവിടെ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ സയൻസിന് പുറത്ത് അല്ലെങ്കിൽ അതിന് പുറത്ത് നമ്മൾ അല്ലെങ്കിൽ അവൻ സംഗി അല്ലെങ്കിൽ അവൻ സുഡു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് വിട്ടു. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ അല്ല. യു ആർ വാട്ട് യു ആർ എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സംഭവം അവർ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ അവരോടൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സത്യം മനസ്സിലായി കഴിഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അവരടുത്ത് ഇസ്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബോധ്യപ്പെടാത്ത ആളുകളുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു കുടുംബത്തിൽ, എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് കുടുംബങ്ങളുണ്ട്, അതിൽ പിന്നെ ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ക്രിസ്ത്യാനിയാണ്, പിന്നെ ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി പിന്നെ എയ്ത്തിസ്റ്റാണ്, ആൻഡ് പിന്നെ എനിക്കറിയുന്ന ഒരാൾ മുസ്ലിമാണ്. ഓക്കെ, അങ്ങനത്തെ ഒന്നല്ല, മൾട്ടിപ്പിൾ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഒരേ കുടുംബത്തിൽ ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് തന്നെ അത് ആൻഡ് ദേ ഡോണ്ട് കെയർ, അതൊരു വിഷയമായിട്ട് അവർ ഏറ്റെടുക്കില്ല. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പള്ളിയിൽ ഒരു മകള്, ഓക്കെ, ഒരു മകൾ, അവൾ പള്ളിക്ക് വരുമ്പോൾ ശരിക്കും സ്കാർഫൊക്കെ ഇട്ടിട്ട് ഒരു വൈറ്റ്, ഓക്കെ, അവൾ പള്ളിയിലേക്ക് വരും. അവളുടെ അമ്മ, അവൾക്ക് കുട്ടിയുണ്ട്, ഒരു ഇംഗ്ലീഷ് വൈറ്റ് ലേഡി, അവൾക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ ക്രിസ്ത്യാനി ആയിട്ടുള്ള അമ്മ പള്ളിയുടെ ഉള്ളിൽ വന്നിരിക്കും. ഓക്കെ, നമ്മുടെ വൈഫൊക്കെ പള്ളിയിൽ പോകുമ്പോൾ അവൾ പറയുന്ന സ്റ്റോറിയാണ്, ഷീ വാസ് ദേർ എന്നുള്ളത്. അപ്പോൾ അവളെ അമ്മ ഇവള് നിസ്കരിക്കുമ്പോൾ കുട്ടീനെ നോക്കുന്നു, നിസ്കാരം കഴിഞ്ഞാൽ അമ്മയും മോളും കൂടി തിരിച്ചു പോകുന്നു, മകൾ ഈസ് എ മുസ്ലിം. സോ ഇവഞ്ച്വലി ഇതെന്താണ് സംഭവിക്കുന്നത്? സോ ദിസ് ഈസ് ഹാപ്പനിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ്. എന്താണ്? ആ അമ്മ ഇസ്ലാമിനെ കാണുകയാണ്. ഒബിയസ്ലി ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് പിന്നെ നിങ്ങൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ജെയ്ഡ ഫ്രാൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള. ജെയ്ഡ ഫ്രാൻസൺ നമ്മളെ പിന്നെ ഒരു ബ്രിട്ടീഷ് ശശികല എന്ന് വേണമെങ്കിൽ പറയാം, ഓക്കെ, അല്ലെങ്കിൽ വിഷകല വേണമെങ്കിൽ. അത്യാവശ്യം പിന്നെ ഇസ്ലാമിനെതിരെ വിഷം തുപ്പുന്ന ഒരു ക്രിസ്ത്യൻ, ഓക്കെ, ഷീസ് എ ഫാർ റൈറ്റ് ക്രിസ്ത്യനാണ്. ഇവളൊരിക്കൽ പറയുന്നുണ്ട്, പിന്നെ ആ റീലെല്ലാം പിന്നെ യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ്. That you guys continue in your community, continue converting people, because we've all been stripped of our identity. Our youth don't have any identity. That's why they're coming to your ideology, giving them something to belong to. Plus the Western women, right? The Western women are meeting these Muslim men. These Muslim men are saying to these Western women, you are so precious. You are so important. I want no one to look upon your beauty other than me and Allah, right? This is what your men are telling our Western women. So I'll be your husband, right? But you'll be in a home. You'll be breeding, right? We're gonna have babies. We're gonna worship, and you're gonna cover because you're that important.
So that's what you've got there. And then you've got a lot of Western men, not all of them, but a lot of Western men that are worried about what their eyebrows look like, going on sunbeds, watching the football. So what do you think is... I'm not silly here. I can see what these women are coming to. I see what's going on here. The natural instinct for a woman is to find a man that is going to be protective. ഇവള് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ പെണ്ണുങ്ങളെ, അതായത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള പെൺകുട്ടികളെ നിങ്ങൾ പലതും കാട്ടി വിളിക്കുന്നു. നിങ്ങൾ അവരോട് പറയുന്നു നിങ്ങൾ നല്ല ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇടാൻ കാരണം നിങ്ങൾ അവരെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അവരെ ലിഫ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അവരെ പിന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇന്ന കാരണങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതായാലും പിന്നെ ഞങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നു, ഓക്കെ, ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവർക്ക് പിന്നെ ഇൻഹെറിറ്റൻസ് കൊടുക്കുന്നു. ഇത്തരം കുറേ സംഭവങ്ങൾ അവൾ മെൻഷൻ ചെയ്തിട്ട് പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിൽ ഭയങ്കര ഹയർ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരിഗണന ഒരു പെണ്ണിന് മുസ്ലിമായി ജീവിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ ഏറ്റവും അടുത്ത ഫാമിലി സർക്കിളുകളിൽ നിന്നൊക്കെ അവർക്ക് ഭയങ്കര പരിഗണന കിട്ടുന്നുണ്ട്. അപ്പൊ ആ പരിഗണന കിട്ടുന്നത് കൊണ്ട് തന്നെ പല സ്ത്രീകളും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി പോവുകയാണ്. ഇത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കാം. ഇതൊരു കംപ്ലൈന്റ് ആയിട്ടാണ് അവള് പറയുന്നത്. ശശികല. അപ്പൊ ഇസ്ലാം ഇവർക്ക് സ്ത്രീകൾക്ക് പരിഗണന നൽകുന്നതുകൊണ്ട് പല അമുസ്ലിം സ്ത്രീകളും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുന്നു. ഇതാണ് അവരുടെ പ്രശ്നം. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയാ ഇസ്ലാം സ്ത്രീകൾ അടിച്ചമർത്തുന്നു, ഇസ്ലാം അതായത് സ്ത്രീകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാകാനുള്ള കാരണം അതിന്റെ അടിച്ചമർത്തലാണ് എന്നുള്ള സവിശേഷതയാണ് എന്നുള്ള രൂപത്തിലാണ് അവതരിപ്പിക്കാറുള്ളത് വിമർശകർ. പക്ഷെ ഇവിടെ ഒരു ഇസ്ലാമിനെതിരെ വെറുപ്പ് തുപ്പുന്ന ഒരു സ്ത്രീ പോലും അവള് പോലും കൃത്യമായി അവള് കാണുകയാണ് ഈ ബ്രിട്ടനിൽ നടക്കുന്ന സംഭവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവളൊരു കംപ്ലൈന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയാണ്, ഒരു മെയിൻ സ്ട്രീം ഇന്റർവ്യൂവിൽ അവള് പറയാണ്. അപ്പോൾ ഇത് അവൾ കാണും. ഇത് എക്സാക്ട്ലി എന്താണ് ഈ ഒരു ഇൻ്റർവ്യൂ പോലും കാണുന്ന ഒരു വനിത, ബ്രിട്ടീഷ് വനിത എന്താണ് വിചാരിക്കുക? ഓട്ടോമാറ്റിക്കലി ഓക്കെ, ഇസ്ലാം പ്രൊവൈഡ് സംതിങ്, ഓക്കെ, അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട്, ഇതാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് പിന്നെ സ്റ്റേ. അവർക്ക് ഭർത്താവ് ഒരാണ് ഒരു പെണ്ണിനെ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ നോക്കാം, നീ ജോലിക്ക് പോകണ്ട, നീ വീട്ടിലിരുന്നോ, നിനക്ക് വേണ്ട ഫുഡ് ഞാൻ കൊണ്ടുതരാം, നിനക്ക് പിന്നെ വേണ്ട ക്യാഷ് ഞാൻ തരാം, നിന്നെ ലുക്ക് ആഫ്റ്റർ ചെയ്യാം, യു ആർ സംതിങ് സ്പെഷ്യസ്, അതുകൊണ്ട് നീ പിന്നെ സ്കാർഫ് അണിഞ്ഞ് വേണം പുറത്തിറങ്ങുക, യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ടു മീ, ഓക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടെ ഇപ്പോഴുള്ള അവസ്ഥ ഗേൾഫ്രണ്ട് അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് വിളിക്കും, പിന്നെ ഡേറ്റിങ്ങിന് പോകും, പിന്നെ ഫുഡ് വാങ്ങിക്കൊടുക്കും, ഫുഡ് വാങ്ങുമ്പോൾ 50, യു പേ 50, ഐ വിൽ പേ 50, ഓക്കെ, പിന്നെ കുറച്ച് കാലം ജീവിച്ചിട്ട് ഐ ഡോണ്ട് ലൈക്ക് യു, ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവളെ വിട്ടുപോകുന്നു. അതായത് അവൾക്ക് അവനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തിനു പറയുന്നു? ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടായിട്ട് 40-50 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകളുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്, അവർ ട്രസ്റ്റ് ചെയ്യുന്നില്ല. കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. ഒന്ന്, അവള് ഡിവോഴ്സ് ആയിട്ട് പോകുന്ന ഇവന്റെ അസറ്റ് ആയിട്ടാണ് പോകുക. അപ്പം അങ്ങനത്തെ ഒരുപാട്. അപ്പം ഈ ട്രസ്റ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരാൾ പിന്നെ ഇതായിട്ടോ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഒബിയസ്ലി ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭയങ്കര സേഫ്റ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്യാരണ്ടി ചെയ്യുന്നത്. ആ ഗ്യാരണ്ടിയിൽ അവർ പോകാൻ. അപ്പം ഇതെല്ലാം ഇവളുടെ ഇന്റർവ്യൂ പോലും കാണുന്ന ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് നല്ലതാണ് പഠിക്കുന്നത്, ഒബിയസ്ലി. അപ്പോൾ വാട്ട് വുഡ് ബി ദ ഔട്ട്കം? ഇവഞ്ച്വലി അവർ പഠിക്കാൻ ശ്രമിക്കും, അവർ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ബ്രിട്ടനിലൊക്കെ അത് പ്രധാനപ്പെട്ട ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ബ്രിട്ടൻ എന്നല്ല, പൊതുവെ വെസ്റ്റിൽ ഭയങ്കര ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പ്രവേശിക്കുന്നു, യൂട്യൂബ് വ്ളോഗേഴ്സ് പ്രവേശിക്കുന്നു, വലിയ വലിയ ബോക്സിംഗ് സ്റ്റാർസ് പ്രവേശിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ വെസ്റ്റിൽ ഇതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ട്രെൻഡ് ഉണ്ടാകുമ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന, ഇസ്ലാമിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും അത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലെ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടോ, യൂറോപ്പിലുണ്ടോ? തീർച്ചയായും. പിന്നെ ഇത് യു കെനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി യു എസ്, UK, യൂറോപ്പ് മാത്രമല്ല US അടക്കമുള്ള വെസ്റ്റ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇസ്ലാം ഇസ് അവർ പലരും ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ഇപ്പോൾ റീൽസിലൊക്കെ കാണുന്നത് ദിസ് ഈസ് ദ ന്യൂ ഫാഷൻ എന്നുള്ളതാണ്. ഇസ്ലാം ഇസ് ദ ന്യൂ ഫാഷൻ, ഓക്കെ. അപ്പോൾ അതിൽ പല ആളുകളും ഇപ്പോൾ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ആകുന്ന പല സ്ത്രീകളും, എസ്പെഷ്യലി മെജോറിറ്റി 70 to 80% ലേഡീസാണ് മുസ്ലിം ആകുന്നത്.
സ്ത്രീകളാണ് റിവേർട്ട് ചെയ്യുന്നത്. സ്ത്രീകളാണ് ഇസ്ലാമിലേക്ക് റിവേർട്ട് ചെയ്യുന്നത്. സാധാരണ നേരെ തിരിച്ചാണ് ആവേണ്ടത്. വിമർശകർ പറയുന്നതാണ് ശരിയെന്നുണ്ടെങ്കിൽ. കാരണം വിമർശകർ പറയാറുള്ളത് ഇസ്ലാം സ്ത്രീകൾ അടിച്ചമർത്തുന്നു. അപ്പൊ സ്ത്രീകളാണ് ഏറ്റവും കുറവ് പോകേണ്ടത്. പക്ഷെ നേരെ തിരിച്ചാണ് ട്രെൻഡ് കാണുന്നത്. ഇത് അവർ ഇസ്ലാം പഠിക്കുന്നു. അതൊക്കെ നമുക്കൊരു പോഡ്കാസ്റ്റിനുള്ള സ്കോപ്പ് ഉണ്ട്. അനദർ പോഡ്കാസ്റ്റ് ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇസ്ലാം പിന്നെ സ്ത്രീക്ക് നൽകുന്ന, ഇസ്ലാമിലെ സ്ത്രീയും യൂറോപ്പിലെ സ്ത്രീയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡേർഡ് വേണ്ട. ആ സ്റ്റാൻഡേർഡ് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ലിബറലിസത്തിന്റെ ഒക്കെ ഇപ്പോഴത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത്. എനിവേ, ഗോയിങ് ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ ഇവിടെ ഇത്തരം സ്ത്രീകൾ അല്ലെങ്കിൽ ഇത്തരം നമ്പേഴ്സ് പിന്നെ എന്താ സെലിബ്രിറ്റീസൊക്കെ ഇത് ആകുന്ന സമയത്ത് ഇത്ര പെർസെൻറ്റേജ് ആകുമ്പോൾ അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് പിന്നെ അവിടെ ഇവിടുത്തെ പോലെ തന്നെ പിന്നെ നമ്മളെന്താ പറയുക എക്സ് മുസ്ലിംസ് അല്ലെങ്കിൽ ഇത്ര ആളുകളുണ്ട്. അപ്പോൾ അവർ പെർഹാപ്സ് ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കാം. റീസൺസ് നമ്മളെ വിഷയമല്ല. പക്ഷേ ഇത്തരം ആളുകളും നമ്മുടെ യൂട്യൂബിലാണെങ്കിലും പല രീതിയിലായിട്ട് പിന്നെ ആളുകളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കാരണങ്ങൾ അവർ പിന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ പല ഡിബേറ്റ്സിൽ പോലും വരാറുണ്ട്. അല്ലെങ്കിൽ സ്പീക്കേഴ്സ് കോർണർ പോലത്തെ സ്ഥലത്തൊക്കെ അവർ കയറി വരാറുണ്ട്. ഈ എക്സ് മുസ്ലിംസ് തന്നെ വരാറുണ്ട് പലപ്പോഴും. പക്ഷേ വളരെ മൈന്യൂട്ട് നമ്പറാണ്. ഓക്കെ, പെർഹാപ്സ് അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം ആളുകൾ, പക്ഷെ അവർ പബ്ലിക്കലി വരാൻ പിന്നെ വരുന്നില്ല. പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഉണ്ട്, ഇല്ല എന്നുള്ളതല്ല. എക്സ് മുസ്ലിംസ് ഉണ്ട്. ബട്ട് പിന്നെ പല ഇതിലും പിന്നെ അവരുടെ റീസൺസ് ഒബിയസ്ലി നമുക്കറിയാം, സില്ലി റീസൺസ് ആണ്. ഓക്കെ, അവർ പിന്നെ ഏതെങ്കിലുമൊക്കെ ഹദീസ് എടുത്തിട്ട് കൊണ്ടുവരും. കുട്ടിക്കാലത്ത് ഉസ്താദ് അടിച്ചു. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഇപ്പം എസ്പെഷ്യലി മലയാളക്കരയിലെ എയ്റ്റീസിനോടൊക്കെ ഇപ്പോൾ നമ്മളെ പരിചയത്തിൽ എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട് ഈ പിന്നെ കുറച്ച് ആളുകളൊക്കെ. ഇപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രശ്നം ഒന്നുകിൽ പിന്നെ ഉപ്പ മരിച്ചിട്ട് അവരുടെ പിന്നെ അല്ലെങ്കിൽ ഉപ്പ നേരത്തെ മരിച്ചു പോയിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വത്ത് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഉസ്താദ് അടിച്ചു, അല്ലെങ്കിൽ ഉപ്പ മരിച്ചു പോയിട്ടുണ്ടാകും, എളാപ്പ അടിച്ചു. ഇതൊക്കെയാണ് പ്രശ്നം. ഇവരൊന്നും പിന്നെ നമ്മുടെ വിത്ത് പ്രൂഫ് ഇത് അല്ലെങ്കിൽ വിത്ത് എവിഡൻസ് ഇസ്ലാമാണോ ഇതിന്റെ കാരണം എന്ന് പറയുന്നില്ല. ഓക്കെ, ആ ഒരു കാരണം അവർ മുന്നോട്ട് വെക്കുന്നില്ല. ഇസ്ലാമിൽ ഇന്ന സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കും. ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്, എത്തിസ്റ്റുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൽ പോലും നമ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാം പുറകിലാണ്. ഓക്കെ, ഇപ്പോൾ ആളുകളെ ഇപ്പോൾ കൊല്ലപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 127 മില്യൺ ആളുകളെയാണ് എയ്ത്തിസം ലാസ്റ്റ് പിന്നെ ഫ്യൂ ഡെക്കേഡ്സിൽ കൊന്നു തള്ളി. കമ്മ്യൂണിസത്തിൻ്റെ ഒക്കെ പേരിൽ 127 മില്യൺ പീപ്പിൾ. ഓക്കെ, അത് ഏറ്റവും കുറഞ്ഞ നമ്പറാണ്. അത് കുഡ് ബി 167. അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും കൊണ്ടുവന്നിട്ട് നിയർലി 100 ക്രൂസൈഡേഴ്സ് അടക്കമുള്ള സംഭവങ്ങൾ പിന്നെ ക്രിസ്ത്യാനിറ്റി പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ക്രിസ്ത്യാനിറ്റി. മാത്രമല്ല വേൾഡ് വാർസിലും പ്രധാനമായിട്ടും അവരെന്നായിരുന്നു. ഇന്ന് പോലും എന്തിനു പറയുന്നു, നമ്മുടെ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇതൊക്കെ പിന്നെ നമ്മൾ ക്രിസ്ത്യാനികളല്ല എന്ന് നമ്മൾ ക്രിസ്ത്യൻസിനെ കുറ്റം പറയുന്നില്ല. നമ്മളൊരു നാട്ടിലിപ്പോൾ നമ്മളൊരു ഫ്രണ്ടായിട്ട് പോലുള്ള ഒരു ആരെയും ഒരു പീറ്റർ അല്ലെങ്കിൽ ജോണിനെ കണ്ടു കഴിഞ്ഞാൽ യു ഡിഡ് ഇറ്റ് നമ്മൾ അവൻ്റെ അടുത്ത് പറയാൻ പോകണില്ല, കാരണം അവൻ നമ്മളെ ഫ്രണ്ടാണ്. പക്ഷേ ഇന്ന് നടക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫൈറ്റ് ബിറ്റ്വീൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം അല്ലേ? അവരെന്തുകൊണ്ട് വേറെ ഒരു ക്രിസ്ത്യൻ കൺട്രി അവരെ ആക്രമിക്കുന്നില്ല? അവർ അറ്റാക്ക് ചെയ്യുന്നത് എല്ലാം മുസ്ലിം കൺട്രികളാണ് അല്ലേ? അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊപ്പഗണ്ടകൾ ഒന്ന് വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞ് തന്നെ അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഇസ്ലാം ഒരു ഭീകര മതം. ടെറർ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇസ്ലാം എന്നുള്ളതാണ് പറയാതെ പറയുന്നത്. ഇതാണ് അവർക്ക് പോർട്രേ ചെയ്യുന്നത് വേൾഡിന് വേണ്ടി. പക്ഷെ ഇപ്പൊ ആ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടുകൂടി ഇപ്പൊ ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ തന്നെ എത്രത്തോളം കാപട്യമാണ് പല വെസ്റ്റേൺ കൺട്രീസും നടത്തിയത് എന്ന് അവിടുത്തെ ആളുകൾ തന്നെ തിരിച്ചറിയാൻ തുടങ്ങി. അതുവരെ ആ മീഡിയകളും ആ വാർത്തകളും കേട്ട് ബ്രെയിൻ വാഷ്ഡ് ആയിരുന്ന ആളുകൾ ഇപ്പൊ ഇന്റർനെറ്റിന്റെ ലഭ്യത, ഫലസ്തീനിൽ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അവർ നേരിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കുകയാണ് ഗവൺമെന്റുകൾ ഇത്രയും കാലം നമ്മളെ പറ്റിക്കുകയായിരുന്നു, മീഡിയകൾ ഇത്രയും കാലം നമ്മളെ കബളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനെതിരെ, ഈ അനീതിക്കെതിരെ നമ്മൾ സംസാരിക്കണം. അതായത് ഏതെങ്കിലും അറബ് രാജ്യത്തെ ആളുകളല്ല അപ്പോൾ പ്രതിഷേധത്തിൽ ഫലസ്തീനിന് സമാധാനം വേണം, ഫലസ്തീനിന് നീതി ലഭിക്കണം, അവർക്കൊരു സ്വതന്ത്രമായ രാഷ്ട്രം വേണം എന്ന് പറയുന്നത്. ഇതേ വെസ്റ്റിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ സ്വന്തം ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കെതിരെ, സ്വന്തം രാഷ്ട്ര നേതാക്കന്മാർക്കെതിരെ അവർ ഒന്നോ രണ്ടോ ആളുകളുള്ള പ്രക്ഷോഭങ്ങളല്ല, വലിയ ജനാവലികളുള്ള പല ജേർണലിസ്റ്റുകളും പറയുന്നത് തന്നെ
ഇത്രയും വലിയൊരു പ്രക്ഷോഭം ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനം അതിൽ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ വിശാല മനസ്കത എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് മറ്റുള്ള സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ അതിന് വേണ്ടി ശബ്ദിക്കാനുള്ള അവരുടെ. പിന്നെ വേറൊരു പോയിന്റ് കൂടി അതിൽ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ എസ്പെഷ്യലി വെസ്റ്റിലുള്ള ആളുകളൊക്കെ അവർ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അവർക്ക് ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം സാലറി മതി അവർക്ക്. അതിൽ നിന്നുള്ളൊരു മെച്ചം കൂടി, വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇപ്പോൾ ലണ്ടൻ സിറ്റിയിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ ചില ആളുകളൊക്കെ പിന്നെ സ്പെയിനിൽ നിന്ന് താമസിച്ചിട്ട്, അതായത് സ്പെയിനിലാണ് അവരുടെ വീട്. ഓക്കെ, അവർ ഒരു പിന്നെ മൺഡേ രാവിലെ ലണ്ടനിൽ എത്തിയിട്ട് അവിടെ ജോലി ചെയ്യും, വെള്ളിയാഴ്ച പറഞ്ഞ് സ്പെയിനിൽ പോകും. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ മാഞ്ചസ്റ്റർ അല്ലെങ്കിൽ അവരുടെ വീടൊക്കെ കുറച്ച് റിമോട്ടിലായിരിക്കും. ഓക്കെ, അവർ ലണ്ടനിലേക്ക് ജോലിക്ക് വന്നിട്ട് ലണ്ടനിൽ ജോലി ചെയ്തിട്ട് അവർ തിരിച്ചു പോകും, മേ ബി വീക്കിലി അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ. ആ ഒരു സംഭവം അതാണ് ചീപ്പർ. ഫ്ലൈറ്റ് ടിക്കറ്റും കൂടി കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റെന്റ് പേ ചെയ്യുന്നതിനായിട്ടും കൂടുതൽ ചീപ്പർ അതാണ്. അപ്പോൾ അതൊരു കാരണം, അങ്ങനത്തെ ഒരു റീസൺ. പിന്നെ അതുകൂടാതെ ആ ഒരു എന്താ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ ഇഷ്യൂ കാരണം പല ആളുകളും പുറത്തു പോകുന്നത്, അതായത് ഈവൻ ഒരു മാസത്തെ റെന്റ് കൊടുക്കുമ്പോൾ അതിന് പകരം പിന്നെ 2 മാസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും വേറെ രാജ്യത്ത് ചെന്നിട്ട് നല്ല ലക്ഷറി ആയിട്ട് താമസിക്കാം. 1 മാസത്തെ ഓക്കെ, 2000 പൗണ്ട് റെന്റ് കൊടുക്കുന്നതിന് പകരം 2000 പൗണ്ട് കൊണ്ട് 4 കൺട്രിയിൽ ഉഷാറായിട്ട് ട്രിപ്പ് അടിച്ച് പോരാം. അതൊരു റീസൺ. എനിവേ ദ പോയിന്റ്, ഇവരുടെ ഈ ഒരു പിന്നെ ഇത് കാരണം ഇപ്പോൾ ഇവരൊക്കെ എസ്പെഷ്യലി നമ്മുടെ ഇന്നിപ്പോൾ നമ്മുടെ സൗദി അല്ലെങ്കിൽ പിന്നെ UAE ടൂറിസം അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഇത്തരം ആളുകളൊക്കെ ഭയങ്കരമായിട്ട്, ദുബായ് ഈസ് എ ഹോട്ട് സിറ്റി ഫോർ ദം. ഓക്കെ, എസ്പെഷ്യലി ദുബായ് ടൂറിസം ഹബ്ബാണ്. അപ്പോൾ ഇപ്പോൾ അവർ ഇപ്പോൾ പ്രീവിയസ്ലി ഞാൻ ഐ ബീൻ ടു ന്യൂയോർക്ക് എന്ന് പറയുന്നതിനേക്കാൾ അവർ ഹൈപ്പായിട്ട് കൊണ്ടുവന്നത് ഐ ബീൻ ടു ദുബായ് ലാസ്റ്റ് വീക്ക്. ഓക്കെ, കാരണം അപ്പോൾ ന്യൂയോർക്കിലേക്ക് പോകുന്നതായിട്ടുള്ള ഈസിയാണ് ദുബായ്, ആൻഡ് ഇറ്റ്സ് എ ഹോട്ട് കൺട്രി. അപ്പോൾ അവർ ടാൻ ബോഡിയൊക്കെ കാണിക്കുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഫോർ ദം. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിലേക്ക് അവർ പോകുമ്പോൾ ദേ കമ്മിങ് ഫേസ് ടു ഫേസ് വിത്ത് ഇസ്ലാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോലും ഞാൻ അബുദാബി പിന്നെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പിന്നെ അവൾ പിന്നെ ഇതിൽ വിസ കൗണ്ടറിൽ നിൽക്കുകയാണ്. അവൾ തിരിഞ്ഞിട്ട് പിന്നെ സംസാരിക്കുന്നത് അറബ്സിന് കുറച്ച് ഇംഗ്ലീഷ് കുറച്ച് പുറകോട്ടാണ് അവിടെ കൗണ്ടറിൽ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഐ വാസ് ട്രാൻസ്ലേറ്റിംഗ് ടു ദിസ് അറബ്സ് ഫ്രം ഹർ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവൾ പറയുന്നത് ഇവരൊക്കെ ഭയങ്കര ബാഡ് പീപ്പിളായിട്ടാണ് നമുക്ക് പോർട്രേ ചെയ്ത് തരുന്നത്. നമ്മളോട് പറയണം ഒരു ഇതിൽ ദേ ആർ നൈസ് പീപ്പിൾ, അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു അവളെന്തോ 8 മണിക്കൂർ എന്തോ ആയിട്ട് അവിടെ എന്തോ ഇഷ്യൂ ആയിട്ട് നിൽക്കണം. അപ്പോൾ അവൾ നമുക്കൊരു അക്നോളജ്മെൻറ്റ് തരാം ഓൺ ദ സ്പോട്ട്, നമുക്ക് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇത് അവൾ ഒരു പോർച്ചുഗീസ് ലേഡി ആയിരുന്നു, പോർച്ചുഗലിൽ നിന്നുള്ള. അപ്പോൾ ഇതൊക്കെ പിന്നെ ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്. മനസ്സിലായി, ഇത്തരം സംഭവങ്ങൾ ഒത്തിരി ജനങ്ങൾ കാണാണ്. സോ ഒബിയസ്ലി വാട്ട് വുഡ് ബി ദ ഫൈനൽ ഔട്ട്കം? ഇവരുടെയൊക്കെ ഫൈനൽ കൺക്ലൂഷൻ എന്തായിരിക്കും? ഇസ്ലാം പിന്നെ അതാണ് ഇതാണ് അല്ലെങ്കിൽ ഇന്നതാണ് ടെററിസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ആക്സസ് ഉണ്ട്. ഇവരെല്ലാം പഠിക്കുന്നു, ഇവരെല്ലാം സ്വയം അറിയുന്നു. ഓക്കെ, ഇതെല്ലാം കാണുകയാണ്. ഇതിൽ പിന്നെ ഒരുപാട് ആളുകളുടെ ഇസ്ലാമിനെ കുറിച്ചുള്ളത് നമ്മളെ പിന്നെ സാക്കിർ നായിക്കിനെ പോലുള്ള പല ആളുകൾ അല്ലെങ്കിൽ പിന്നെ കുറേ ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡമിൽ തന്നെ ഒരുപാട് വലിയ വലിയ പ്രശസ്തരായ ദായിമാരുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. അവിടുത്തെ ഒത്തിരി ആളുകൾ ഇസ്ലാമിക പ്രബോധകന്മാരായിട്ടുള്ള പിന്നെ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർ പിന്നെ റീൽസിൽ അവർക്ക് സജഷനായിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഇസ്ലാമിനെതിരെയുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ അവരത് കാണും. പക്ഷേ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവരിത് കാണും. സോ ഒബിയസ്ലി ദ ഫൈനൽ ഔട്ട്കം വിൽ ബി അവർ ഇസ്ലാമിനെ കുറിച്ചുള്ള ആ ഒരു സത്യം അവർ മനസ്സിലാക്കാൻ. സോ ലുക്കിംഗ് ഫോർവേഡ് ടു എ ഗുഡ് ഫ്യൂച്ചർ ഫോർ ഇസ്ലാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നമുക്കിനി കൺക്ലൂഷനിലേക്ക് കിടക്കാൻ തോന്നുന്നു, സമയം ഒരുപാട് അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഇസ്ലാം യൂറോപ്പിലേക്ക് പ്രവേശിച്ചത്, സ്പെയിനിൻ്റെ ചരിത്രം, അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന ഒട്ടോമൻസിൻ്റെ കീഴിലുള്ള ചരിത്രം, അതുപോലെ തന്നെ അതിനുശേഷം പിന്നീട് കുടിയേറ്റങ്ങളിലൂടെ യൂറോപ്പിലേക്ക് ഇസ്ലാം പ്രവേശിക്കുന്നത്, അത് പിന്നീട് അതിനെക്കുറിച്ച് പാശ്ചാത്യർ പഠിക്കുകയും അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് ആകർഷിച്ച് അവർ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ സ്ത്രീകൾ ആണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് എന്ന വളരെ ആശ്ചര്യകരമായ, നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നുന്ന ഒരു സംഭവമാണ്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത്. അതേപോലെ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം ഇൻ്റർനെറ്റിൻ്റെ വ്യാപനം, സത്യം മനസ്സിലാക്കാൻ, പ്രൊപ്പഗണ്ടകൾ ബ്രെയിൻ വാഷ്
പ്രൊപ്പഗണ്ടകളാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരുന്ന ഒരു പാശ്ചാത്യ സമൂഹം എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുന്നത്. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചു. അതിൽ പല വിഷയങ്ങളും ഉപവിഷയങ്ങളായിട്ട് നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചു പോയ കാര്യങ്ങൾ ചിലപ്പം കൂടുതൽ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വേറെ എപ്പിസോഡുകൾ ഉപയോഗിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്ലാം യൂറോപ്പിൽ വളരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിനെ എത്ര ഭീകരമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും, എത്ര തെറ്റിദ്ധാരണകൾ പ്രൊപ്പഗണ്ടകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, ഗവൺമെൻറ് അധികാരികൾ അതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും, ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ ഇതാണ് ശരി, ഇതാണ് യഥാർത്ഥത്തിൽ സമാധാനവും സ്വസ്ഥതയും സുരക്ഷിതത്വവും നമുക്ക് പ്രദാനം ചെയ്യുന്നത്, ഇതാണ് ഹൃദയത്തിന് ശാന്തി നൽകുന്നത് എന്ന തിരിച്ചറിവിൽ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നൊരു ട്രെൻഡാണ് നമുക്ക് യൂറോപ്പിൽ ആകമാനം കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രതീക്ഷ ജനിപ്പിക്കുന്ന, ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിന് നാഥനെ നമുക്കൊരുപാട് സ്തുതിക്കാം. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.